നമുക്ക് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം വായിച്ച് ആരംഭിക്കാം. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം വായിച്ച് ആരംഭിക്കാം. അവരൊക്കെയും, അതായത് വിശുദ്ധ ദൂതന്മാരെ കുറിച്ച് പറയുന്ന ഭാഗമാണിത്. അവരൊക്കെയും, ദൈവത്തിൻ്റെ ദൂതന്മാരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ, എന്തോ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് രക്ഷ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ തൊട്ടു. രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ സേവകാത്മാക്കളല്ലയോ? രക്ഷ പ്രാപിപ്പാനുള്ളവർ, നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി വിശ്വസിക്കുന്ന മാത്രയിൽ രക്ഷിക്കപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. സത്യമായി ഇവിടെ എല്ലാം ഇംഗ്ലീഷ് വേദപുസ്തകം എടുത്ത് വായിച്ചാൽ ഇത് ഫ്യൂച്ചർ ടെൻസിലാണ് എഴുതിയിരിക്കുന്നത്. He added them unto the church such as should be saved. രക്ഷിക്കപ്പെടണം എന്നുള്ളവരെ കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. രക്ഷ പ്രാപിപ്പാനുള്ളവർ, ദൈവത്തിൻ്റെ മുമ്പിൽ നാം ഒരു തീരുമാനമെടുത്തു കഴിയുമ്പോൾ രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ കൂട്ടത്തിൽ ദൈവം നമ്മെ ആക്കി കഴിഞ്ഞു. ഇവിടുന്ന് കേരളത്തിലേക്ക് പോകുന്ന ട്രെയിനിൽ കയറിക്കഴിഞ്ഞാൽ കേരളത്തിലേക്ക് പോകുന്നവർ എന്ന് നമ്മെ മുദ്രകുത്തി, കേരളത്തിലെത്തിയവരെന്നല്ല, കേരളത്തിലേക്ക് പോകുന്നവർ. ആരാധനയ്ക്ക് വേണ്ടി രാവിലെ വരുവാൻ ബസ്സിലോട്ട് കയറിയവർ ഇവിടെ എത്തുന്നതിന് മുന്നമേ തന്നെ ആരാധിക്കുവാൻ പോകുന്നവർ എന്നവരെ മുദ്രകുത്തി. കർത്താവായ യേശുവിനെ രക്ഷിതാവായി എൻ്റെ ജീവിതത്തിൽ ഞാൻ അംഗീകരിക്കുന്നുവെന്ന് തീരുമാനിക്കുന്ന ഉടൻ രക്ഷ പ്രാപിപ്പാൻ ഉള്ളവനായി ദൈവം അവനെ അംഗീകരിച്ചു. അവരുടെ സേവകാത്മാക്കളായി ദൈവം ഒരു കൂട്ടം ദൂതന്മാരെയും നൽകിയിട്ടുണ്ട്. ആ യാത്രയിൽ നമുക്ക് ശക്തിയേറിയ ഒരു പോരാട്ടമുണ്ട്. ഒരിക്കലും നമ്മെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് വിടാതെ വേണം തടഞ്ഞു നിർത്തി നശിപ്പിക്കുമെന്ന് വാദിക്കുന്ന ഒരു വലിയ ശത്രു നമുക്കെതിരെ നിൽപ്പുണ്ട്. എന്നാൽ ആ ശത്രു നമ്മെ ഓവർടേക്ക് ചെയ്യാതെ ദൈവത്തിൻ്റെ കൃപ നമ്മെ പരിപാലിക്കും. നാൾ തോറും നമ്മോടുകൂടെ നടന്ന് നമ്മെ പരിപാലിക്കേണ്ടതിന് ദൈവം തൻ്റെ ദൂതന്മാരെ നമ്മുടെ കാവലിന് വേണ്ടിയാക്കും. ദൂതസംഘത്തെക്കുറിച്ച് തിരുവചനം പറയുന്നു, അവർ 1000 1000 10,000 10,000 ഇരിക്കും. 1000 ഗുണം 1000 ഗുണം 10,000 ഗുണം 10,000 എന്നിങ്ങനെ പോകുമെന്നാണ് തിരുവചനം പറയുന്നത്. അവരുടെ അംഗസംഖ്യ, എണ്ണം നമുക്ക് പറഞ്ഞറിയിക്കാവുന്നതിനേക്കാൾ അപ്പുറത്താണ്. തിരുവചനത്തിൽ ഒരു സൂക്ഷ്മ പരിശോധന നടത്തിയാൽ നാം ഈ കാണുന്ന നക്ഷത്രമണ്ഡലങ്ങളിലൊക്കെയും ദൈവം തൻ്റെ ദൂതന്മാരെ പാർപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ദൂതന്മാരുടെ അംഗസംഖ്യയോ എണ്ണമോ മനുഷ്യന് കണക്ക് കൂട്ടാവുന്നതിനപ്പുറത്താണ്. കാര്യം നക്ഷത്രമണ്ഡലം തന്നെ നമുക്ക് കണക്ക് കൂട്ടാൻ ഒക്കത്തില്ല, അതിനകത്തെ ദൂതന്മാരുടെ എണ്ണം കണക്ക് കൂട്ടാൻ ഒക്കത്തില്ല. അത്രയധികം ദൂതന്മാരെ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി നമ്മെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ നിയമിച്ചിട്ടുണ്ട്. ഇവരൊക്കെയും രക്ഷിക്കപ്പെടേണ്ടവരുടെ സേവകാത്മാക്കളാകുന്നു. ഞാൻ ഈ കഴിഞ്ഞ ഒരു ദിവസം, ഇന്ന് സന്തോഷത്തോടെ ഞാനിത് ഓർക്കുക, കഴിഞ്ഞ ഒരു ദിവസം ശുശ്രൂഷയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് ചിന്തിച്ചും ഞാൻ എന്ത് ചെയ്തു, എന്തെങ്കിലും ഇനി എനിക്ക് ചെയ്യാൻ കഴിയുമോ, മുന്നോട്ട് എത്രയും പോകാനുണ്ട് എന്നിത്യാദി വിഷയങ്ങളെക്കുറിച്ച് ആലോചിച്ചും കൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ പരിചയമില്ലാത്തതും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തതുമായ ഒരു വ്യക്തി എൻ്റെ അടുക്കൽ വന്ന് എന്നോടൊരു ദൂത് പറഞ്ഞു. കലിയൂരിൽ വെച്ച് എന്നോട്, ട്രിവാൻഡ്രത്തിനപ്പുറത്തൊരു സ്ഥലമാണ് കലിയൂർ, അവിടെ വെച്ച് എന്നോട് വന്നൊരു ദൂത് പറഞ്ഞു. എന്നോട് ഇങ്ങനെ പറഞ്ഞത്, ദേവദാസ, ഞാൻ നോക്കിയാൽ നോക്കെത്താത്ത ഒരു ദൂരമുള്ള ഒരു വലിയ 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 വയൽ, ആരെക്കൊണ്ട് എണ്ണിത്തീർക്കാൻ കഴിയാത്തതുപോലെ അതിനകത്ത് സസ്യങ്ങൾ, ഫലവൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. എവിടെ നോക്കിയാലും ഒരറ്റത്തോട്ട് കാണാനൊക്കാത്തതുപോലെ അതുപോലെ വിശാലമായ ഒരു വയൽ. അതിനകത്തൂടെ ഒരു ചെറിയ വരമ്പേ കൂടെ മാത്രം നടന്ന് നിങ്ങൾ അധ്വാനിച്ചതാണ് ഈ കാണുന്നത് എന്ന് ദൈവം എന്നെ കാണിക്കുന്നു. നിങ്ങൾ ആരാ? ഞാനിവിടെ പ്രസംഗിക്കാൻ വന്നതാ, ഞാനിതാ. ഇങ്ങനൊരു കാഴ്ച ദൈവം എന്നെ കാണിക്കുന്നു. എനിക്കതിൻ്റെ ഗൗരവം മനസ്സിലായി. പക്ഷേ എന്നോട് പണ്ട് പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒരു ആലോചന എനിക്ക് ഓർമ്മയുണ്ട്. ബഥേൽ സഭയുടെ ഇവിടുത്തെ ആരംഭകാലത്ത് കർത്താവ് ഇങ്ങനെ പറഞ്ഞിരുന്നു, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പെരുപ്പം നിമിത്തം യെരുശലേം മതിലില്ലാതെ കിടക്കും, എന്നാലും ഞാൻ അതിനൊരു തീമതിലായിരിക്കും, എൻ്റെ കാവൽ അതിൻ്റെ മേലുണ്ടായിരിക്കും. അന്ന് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സഭകൾക്ക് ഈ പട്ടണത്തിൽ ഒരു കൊച്ചു റെസ്ട്രിക്ഷൻ ഉണ്ട്. അടുത്തുള്ള 2-3 കിലോമീറ്ററിൻ്റെ അകത്ത് വേണം വർക്ക് ചെയ്യാൻ. 2 കിലോമീറ്ററിനപ്പുറത്ത്, 4 കിലോമീറ്ററിനപ്പുറത്തെ വേറൊരു സഭ അന്ന് അസംബ്ലീസ് ഓഫ് ഗോഡ് അനുവദിക്കത്തുള്ളൂ. നിങ്ങൾ ഈ 2 കിലോമീറ്ററിൽ, അവരിങ്ങോട്ട് 2 കിലോമീറ്റർ, നമ്മൾ ആ 2 കിലോമീറ്റർ അങ്ങോട്ട് വർക്ക് ചെയ്താൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ഇല്ലാതെ പോകാൻ വേണ്ടി
2 കിലോമീറ്റർ റേഡിയസ് ഒരാളിന് പരിധി വെച്ച് കൊടുത്തിരിക്കുന്ന കാലത്താണ് കർത്താവ് എന്നോട് ഇത് പറയുന്നത്. ജനത്തിൻ്റെയും മൃഗങ്ങളുടെയും പെരുപ്പം നിമിത്തം എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ അന്നത്തെ സമ്പത്തിനെ കാണിക്കുന്നതാണ്. വസ്തുവകകളുടെയും മനുഷ്യൻ്റെയും പെരുപ്പം നിമിത്തം യെരൂശലേം മതിലില്ലാതെ കിടക്കും. ദൈവസഭയ്ക്ക് ഒരതിര് തീരുമാനിക്കാൻ കഴിയാതെ വരും. അന്നും ഞാൻ എൻ്റെ സഭയെ പരിപാലിക്കും. കാലത്തിൻ്റെ പോക്കിൽ 18 കിലോമീറ്റർ ദൂരെ ഞങ്ങളൊരു വേല ആരംഭിച്ചു. വെല്ലൂരിൽ നിന്നും വളരെ അകലെ നിന്നും ആളുകൾ ആഴ്ച തോറും ഇവിടെ ആരാധനയ്ക്ക് വേണ്ടി വരാൻ തുടങ്ങി. സഭാ ജനങ്ങളുടെ അംഗസംഖ്യ നമ്മളെ കൊണ്ട് എണ്ണിത്തീർക്കാൻ കഴിയുന്നതിന് ഉപരിയായി അവരെവിടെ പാർക്കുന്നുവെന്ന് അറിയാൻ വയ്യാത്തതുപോലെ അങ്ങുമിങ്ങും കാണാൻ തുടങ്ങി. ഇന്നലെ ഞാൻ യാത്ര ചെയ്തു വരുന്ന കൂട്ടത്തിൽ എറണാകുളത്ത് വെച്ച് ഞാനൊരു പാസ്റ്ററെ കണ്ടു. അദ്ദേഹത്തെ കണ്ട് അദ്ദേഹം എൻ്റെ അടുക്ക വന്നേച്ച് പറഞ്ഞു, നിങ്ങളാണ് എൻ്റെ ആത്മീയ പിതാവ്, നിങ്ങൾക്കതിനെക്കുറിച്ച് അറിവുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് ഒരറിവുമില്ല. നിങ്ങൾ മിഡിൽ ഈസ്റ്റിൽ എവിടെയോ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിൻ്റെ ഓഡിയോ കാസറ്റ് കേട്ടാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നതും ഞാൻ സ്നാനപ്പെടുന്നതും ഞാൻ വേർപെടുന്നതും. വേറൊരു കാസറ്റ് കേട്ടാണ് ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നതും വേലയ്ക്ക് സമർപ്പിക്കുന്നതും. ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് മാത്രം ഞാൻ അറിയുകയോ കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാതെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ മീഡിയാസിൽ കൂടെ കർത്താവിനെ അംഗീകരിച്ച പലരെ കാണുവാൻ കർത്താവിനെക്കിടയാക്കി. നോക്കിയാൽ നോക്കത്താത്ത നീളത്തിൽ ദൂരത്തിൽ വിചാരിക്കാത്ത ഇടങ്ങളിലേക്ക് വിത്തുവാരി എറിയുവാൻ ദൈവം തിരുസഭയ്ക്ക് അനുമതി തന്നു. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ പരിപാലിക്കുവാൻ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ക്രമമില്ലാത്ത എണ്ണിത്തീർക്കാനാവാത്ത വലിയൊരു സംഘത്തെ ലോകസ്ഥാപനത്തിന് മുന്നമേ തമ്പുരാൻ സൃഷ്ടിക്കുകയും അവിടെ വിവിധ നക്ഷത്രങ്ങളിൽ അവരെ പാർപ്പിക്കുകയും ചെയ്തു. ഇന്ന് രക്ഷിക്കപ്പെടുന്ന ദൈവ പൈതൽ എങ്ങനെയോ എവിടെയോ രക്ഷിക്കപ്പെട്ടു. ഏത് രൂപത്തിൽ ഏത് രീതിയിൽ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞുവെന്ന് എനിക്കറിഞ്ഞുകൂടാ, നമ്മിൽ പലർക്കും തന്നെ അറിഞ്ഞുകൂടായിരിക്കാം. പക്ഷേ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ അല്ല ലോകസ്ഥാപനത്തിന് മുന്നമേ പരിപാലിക്കേണ്ട ദൂതന്മാരെ സ്വർഗം അന്നേ നിയമിച്ചിരുന്നു. എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്. ഇന്നിവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും ഇവിടെ കൂടിയിരിക്കുമെന്നുള്ളത് ദൈവത്തിൻ്റെ നിത്യതയുടെ പ്ലാനിൽ താൻ അറിഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദൂതന്മാർ ഇവിടെ ഉള്ളതിനാൽ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. അടുത്തൊരു വാക്യം ഒന്ന് വായിച്ചോട്ടെ. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാൻ പോകുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും തലക്കിലിരിക്കുന്നത് കണ്ടു. ഇത് ഏലിയ പ്രവാചകനെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യമാണ്. ഞാൻ ഏലിയ പ്രവാചകനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗങ്ങളുടെ എല്ലാ വിശദീകരണത്തിലും പോകുന്നില്ലെങ്കിലും വളരെ വേഗത്തിലൊന്ന് തൊടട്ടെ. തിസ്ബയിൽ നിന്നുള്ള തിസ്ബ്യനായ ഏലിയാവ് എന്നൊരുത്തനെ ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലേക്ക് ഇസ്രയേലിൽ ദൈവം ഉയർത്തിക്കൊണ്ടുവന്നു. വേദപുസ്തകത്തിൽ പൊതുവെ പ്രവാചകന്മാരെ കുറിച്ചോ ദൈവം അയച്ചവരെ കുറിച്ചോ പ്രത്യേകിച്ചും പഴയ നിയമത്തിൽ എഴുതണമെങ്കിൽ അബ്രഹാം മുതൽ ഇങ്ങോട്ടുള്ളവരുടെ ചരിത്രത്തിൻ്റെ ഒരു നല്ല ഭാഗം കാണും. ഇസ്രയേലിന് അവരുടെ ചരിത്രം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരേത് ഗോത്രത്തിൽ ജനിച്ചവരാണെന്നും അവരുടെ ചരിത്രം എന്തെന്നും വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ പഴയ നിയമത്തിൽ ദൈവം ഉപയോഗിച്ചിട്ടുള്ള മിക്ക പ്രവാചകന്മാരും നേതാക്കന്മാരും അവരുടെ കുടുംബചരിത്രം വ്യക്തമായി തെളിയിക്കുവാൻ കഴിയുന്നവരാണ്. ഇതൊന്നും തെളിയിക്കുവാൻ തിരുവചനത്തിൽ രേഖയില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു ഏലിയാവ്. പക്ഷെ ദൈവം അയച്ച മനുഷ്യരുടെ കൂട്ടത്തിൽ, ശക്തന്മാരുടെ കൂട്ടത്തിൽ മുമ്പിൽ നിന്ന വ്യക്തികളിൽ ഒരാളാണ് ഏലിയാവ്. അദ്ദേഹത്തെക്കുറിച്ച് തിരുവചനത്തിൽ പറയുന്നത് തിസ്ബ്യനായ ഏലിയാവ്, തിസ്ബയിൽ നിന്നുള്ള തിസ്ബ്യനായ ഏലിയാവ്. ഇതിനേക്കാൾ കൂടുതലൊന്നും ആരുടെ മകൻ, എങ്ങനെ ജനിച്ചവൻ ഒന്നുമില്ല. എന്നാൽ ഒരു വല്ലാത്ത പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലേക്ക് ദൈവം ഈ റെക്കോർഡില്ലാത്ത മനുഷ്യനെ, ഞാൻ അങ്ങനെ പറഞ്ഞത് ദൈവം എന്നോട് ക്ഷമിക്കട്ടെ, ഞാൻ പറഞ്ഞ ആശയത്തിലേ അത് മനസ്സിലാക്കാവൂ, പാസ്റ്റ് ഹിസ്റ്ററി ബൈബിൾ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ആ മനുഷ്യനെ ദൈവം എഴുന്നേൽപ്പിച്ചു. എന്തായിരുന്നു സാഹചര്യം? ഇസ്രയേലിലെ രാജാവ് രാഷ്ട്രീയ ബന്ധങ്ങൾ സ്ഥാപിക്കേണ്ടതിന് അയൽ രാജ്യങ്ങളിൽ നിന്ന് സ്ത്രീകളെ വിവാഹം കഴിച്ചിരുന്ന കാലം. അക്കാലങ്ങളിൽ അല്ലെങ്കിൽ പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാർ തമ്മിലുള്ള സൗഹൃദം സ്ഥാപിക്കേണ്ടതിന്, അയൽ രാജാക്കന്മാർ യുദ്ധത്തിന് ഇങ്ങോട്ട് വരാതിരിക്കേണ്ടതിന്, തമ്മിൽ പ്രീതി ഉണ്ടാക്കേണ്ടതിന് ഈ രാജ്യത്തെ രാജാവ് അയൽ രാജ്യത്തെ രാജകുമാരികളെയും ഇവിടുത്തെ പ്രഭുക്കന്മാർ അയൽ രാജ്യങ്ങളിലെ പ്രഭുകുമാരികളെയും വിവാഹം കഴിക്കുകയും അവർക്ക് വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. ഇങ്ങനെ അയൽ രാജ്യവുമായി സമാധാന ബന്ധം സൂക്ഷിക്കേണ്ടതിന് ഒരു ഇസ്രായേൽ രാജാവ് പോയി വിവാഹം കഴിച്ച ഒരു സ്ത്രീയായിരുന്നു ഈസബേൽ എന്ന സ്ത്രീ. ആഹാബ് എന്ന് പറയുന്ന രാജാവ്
ഇസബേൽ എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു. പക്ഷേ ഇസബേൽ എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു, അവൾ സേവിച്ചിരുന്ന ദൈവങ്ങളെ കൂടെ ഇസബേൽ ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്നു. ഇവിടുത്തെ ദൈവത്തിന് പുറമെ അവൾ സേവിച്ചിരുന്ന അവളുടെ രാജ്യത്തുള്ള ദൈവത്തെ കൂടെ കൊണ്ടുവരികയും ജനത്തെ ആ ദൈവത്തിങ്കിലേക്ക് ബലം പ്രയോഗിച്ച് പിടിച്ചു മാറ്റുകയും ചെയ്തപ്പോൾ രാജ്യത്ത് ദൈവത്തിൻ്റെ നാമത്തെ സ്ഥാപിക്കേണ്ടതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിത്വമായിരുന്നു ഈ പറയുന്ന ഏലിയ പ്രവാചകൻ. ഏലിയാവിനെ ദൈവം എടുക്കുമ്പോൾ തന്നെ തൻ്റെ മേൽ വരുവാൻ പോകുന്ന പ്രതിസന്ധികൾ എന്തെന്നറിയാവുന്നതിനാൽ തനിക്ക് വേണ്ടി ദൈവം പലതും കൽപ്പിച്ചാക്കിയിരുന്നു. ഞാൻ ആ ഭാഗം വേഗത്തിൽ ഓടിച്ചു പോകുകയാണ്. ഒരു ദിവസം ഏലിയാവിനെ ദൈവം അയച്ചിട്ട് രാജാവിനെ വെല്ലുവിളിക്കുവാൻ ആവശ്യപ്പെട്ടു. ഇസബേൽ പറഞ്ഞിരുന്നത് താൻ സേവിച്ചു വന്ന തൻ്റെ രാജ്യത്തെ ദൈവമായ ബാൽ എന്നൊരു ദൈവമുണ്ട്. ആ ദൈവമാണ് മഴ പെയ്യിക്കുന്നതോ പെയ്യിക്കാതിരിക്കുന്നതോ. മഴയുടെ നിയന്ത്രണം മുഴുവനും ബാലിൻ്റെ വകയാണ് എന്നവർ വിശ്വസിച്ചു. പലപ്പോഴും ഏക സത്യദൈവ വിശ്വാസം വിട്ടുകഴിഞ്ഞാൽ ദൈവങ്ങൾ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകൾ നിയന്ത്രിക്കുന്നതായി ആളുകൾ കാണാറുണ്ട്. ഇങ്ങനെ അവരുടെ നിയമപ്രകാരം മഴ നിയന്ത്രിക്കുന്നത് ഒരു ദൈവത്തിൻ്റെ ജോലിയാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റാണ് അദ്ദേഹം നോക്കുന്നത്. കൃഷി നോക്കുന്ന ഒരു ദൈവമുണ്ട്, മഴ നോക്കുന്ന ഒരു ദൈവമുണ്ട്. ബാലെന്ന ദേവനാണ് മഴ നോക്കുന്നത്. ബാലിന് വേണമെങ്കിൽ മഴ പെയ്യിക്കാം, ബാലിന് വേണമെങ്കിൽ മഞ്ഞ് തരാം, ബാലിന് വേണമെങ്കിൽ തീ ഇറക്കാം. ഇങ്ങനെ അന്തരീക്ഷ ശക്തികളിൽ തണുപ്പും ചൂടും ഒക്കെ ഉണ്ടാക്കുവാൻ കഴിയുന്ന ദൈവമായി അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഈ നാട്ടിൽ മഴ പെയ്ത് ചൊവ്വെ ജീവിക്കേണ്ടതിന് വേണ്ടി ഇവനെ സേവിക്കുവാൻ ആളുകളെ നിർബന്ധിച്ച കാലത്താണ് തിസ്ബെനായ ഏലിയാവിനെ ദൈവം എഴുന്നേൽപ്പിച്ചത്. തിസ്ബെനായ ഏലിയാവ് വന്ന് ദൈവഹിതപ്രകാരം ആഹാബ് രാജാവിനോട് പറഞ്ഞു, നീ കൊണ്ടുവന്ന നിന്റെ ദൈവങ്ങൾ, നിന്റെ ഭാര്യയുടെ ദൈവത്തെ ഈ രാജ്യം സേവിക്കുവാൻ നീ നിർബന്ധിക്കുന്നതിനാൽ ഞാൻ പറഞ്ഞല്ലാതെ ഈ നാളുകളിൽ മഞ്ഞും ഉണ്ടാകയില്ല, മഴയും ഉണ്ടാകയില്ല. ഞാൻ പറയുന്നത് എൻ്റെ ദൈവമായ, എന്നെ സൃഷ്ടിച്ച ഏക സത്യദൈവമായ യഹോവയുടെ നാമത്തിലാണ്. നമുക്ക് ഈ ലോകത്തിൽ പലതിനു വേണ്ടിയും പലരെ നാം ആശ്രയിക്കാറുണ്ട്. വിദ്യാഭ്യാസമില്ലാത്തവർ പഠിപ്പിക്കാൻ കഴിവുള്ള ഒരു അധ്യാപകനെ ആശ്രയിക്കും. രോഗം വരുന്നവർ ഡോക്ടറുടെ അടുത്ത് എന്നവരുടെ രോഗവിവരം പറയും. പണം ആവശ്യമുള്ളവർ കടം കൊടുക്കാൻ കഴിയുന്ന ഒരാളിൻ്റെ അടുക്കൽ ചെല്ലും. കുടുംബ പ്രശ്നമുള്ളവർ പറഞ്ഞു തീർക്കാൻ സാധ്യതയുള്ള ഒരാളിനെ ചെന്ന് കാണും. പക്ഷെ നാം ദൈവസന്നിധിയിൽ വരുമ്പോൾ വിദ്യാഭ്യാസ വിഷയം ദൈവത്തോടാ പറയുന്നത്, കുടുംബ പ്രശ്നവും ദൈവത്തോടാ പറയുന്നത്, രോഗവിവരവും ദൈവത്തോടാ പറയുന്നത്, സാമ്പത്തിക വിവരവും ദൈവത്തോടാ പറയുന്നത്. കാര്യം താൻ സർവശക്തനാണ്. അങ്ങനെയാണെങ്കിൽ പറയാം, എൻ്റെ ദൈവം സർവശക്തനാകയാൽ ഇന്ന് നിങ്ങളുടെ രോഗം സൗഖ്യമാകും. എനിക്ക് പറയാം, എൻ്റെ ദൈവം സർവശക്തനാകയാൽ ഇന്ന് നിങ്ങളുടെ വ്യാധി പൊറുക്കും. എനിക്കറിയാം, എൻ്റെ ദൈവം സർവശക്തനാകയാൽ നിങ്ങളുടെ വിദ്യാഭ്യാസ മണ്ഡലത്തെ നേരെയാക്കും. എല്ലാം ചെയ്യുവാൻ കഴിവുള്ള ഒരു ദൈവത്തിൽ നിന്ന് എന്തു വേണമെങ്കിൽ ടാപ്പ് ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ പ്രവാചകനാകുന്ന ഏലിയാവ് ആഹാബ് എന്ന ഇസ്രായേൽ രാജാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നീ ഈ തെറ്റ് ചെയ്യുകയാൽ ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞും മഴയും ഈ നാളുകളിൽ ഉണ്ടാകില്ല. അത് താൻ പറഞ്ഞു കഴിയുകയും ദൈവം തന്നോട് പറഞ്ഞു, ഇനിയും നിനക്കിവിടെ സുരക്ഷിതത്വമില്ല. കാര്യം രാജാവും രാജ്ഞിയും നിനക്കെതിരായി മാറാൻ പോകുകയാ. നീ ഒരു കാര്യം ചെയ്യ്, കെരീദ് എന്ന് പറയുന്ന സ്ഥലത്തൊരു തോടുണ്ട്, ആ തോട്ടിൻ്റെ അരികിലേക്ക് പോയി ഒളിച്ചിരിക്കുക. ജനത്തിൻ്റെ മുമ്പിൽ പരസ്യമായി വരാതെ വണ്ണം ഞാൻ നിന്നെ കുറച്ച് നാളത്തേക്ക് ഒന്ന് ഒളിപ്പിക്കുവാൻ പോകുകയാണ്. നിനക്കവിടെ ആഹാരം തരുവാൻ ഞാനൊരു കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. കാക്കയെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ ദൈവം, ഞാൻ നിനക്ക് വേണ്ടി ചിലത് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, നിങ്ങളെ കൊണ്ടൊരു പണി ചെയ്യിക്കുന്നതിന് മുന്നമേ നിങ്ങളുടെ പ്രതിസന്ധികളെ അറിയുന്നവനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി കൽപ്പിക്കേണ്ടതിനോട് കൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ കാക്കയോട് കൽപ്പിച്ചു കഴിഞ്ഞു. കാക്ക അങ്ങനെ വരികയാണോ അതോ ഒരു ദൂതൻ കാക്കയെ കൊണ്ടുവരികയാണോ എന്ന് എനിക്കറിയാൻ വയ്യ. എനിക്കത് അറിഞ്ഞിട്ട് കാര്യവുമില്ല. അത് നിയന്ത്രിക്കേണ്ടവൻ നിയന്ത്രിച്ചു കൊള്ളും. ഞാനിത് നോക്കിയിട്ട് കാര്യമില്ല. ഏലിയ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഹാരത്തിൻ്റെ സമയമാകുമ്പോൾ ഒരു കാക്ക പറന്നു വരുന്നത് തനിക്ക് കാണാം. കൈ നീട്ടി കാക്കയുടെ കയ്യിൽ നിന്ന് അപ്പവും ഇറച്ചിയും വാങ്ങിയാൽ മതി. ഒരു ജോലിയുമില്ലാതെ പ്രാർത്ഥനയിൽ തൻ്റെ സമയം ചിലവഴിച്ചു. ദാഹിക്കുമ്പോൾ കെരീദ് തോട്ടിലേക്ക് ഇറങ്ങി വെള്ളം കുടിക്കും. ഒരു 3.5 വർഷം ഇങ്ങനെ പോയി. ദേശത്ത് കഠിനക്ഷാമമായി. മഴയില്ലാത്തതിനാൽ, അക്കാലത്ത് മഴയെ മാത്രം ആശ്രയിച്ചാണ് ആളുകൾ ജീവിക്കുന്നത്. മഴയില്ലാതെ വന്നതിനാൽ ദേശത്തെ കഠിനക്ഷാമത്തിന്റെ മുമ്പിൽ ആളുകൾ നട്ടം തിരിഞ്ഞ് പരക്കം പായുമ്പോൾ ഇവിടെ ഏലിയാവ് സുഖമായി താമസിക്കുകയാണ്. പക്ഷേ 3.5 വർഷം കഴിഞ്ഞ ശേഷം ദൈവം ഏലിയാവിനോട് പറഞ്ഞു, കെരീദിലെ തോട് പറ്റാൻ പോകുകയാ. അതുകൊണ്ട് നീ ഇവിടുന്ന് ഒന്നുകൂടെ മാറിക്കൂ, ഞാൻ നിന്നെ ഒന്നുകൂടെ മാറ്റാൻ പോകുകയാ.
ഞാൻ നിന്നെ സാറാബ്ദ എന്ന സ്ഥലത്ത് ഒരു വിധവയുടെ വീട്ടിലേക്ക് അയക്കും. ഞാൻ അവിടെ ഒരു വിധവയോട് നിനക്ക് ആഹാരം തരുവാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഏലിയാവ് നടന്നു സാറാബ്ദയിലെ വിധവയുടെ അടുക്കൽ ചെന്നു. അടുത്ത 3.5 വർഷം വിധവയാൽ താൻ പോറ്റപ്പെട്ടു. ആ വിധവയുടെ സാഹചര്യമാണെങ്കിൽ വല്ലാത്തതാ. ഇതെല്ലാം അറിയാവുന്നവരാ ഇതിനകത്തിരിക്കുന്ന ഭൂരിപക്ഷം. പക്ഷെ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഒരാളിനെ മിസ് ചെയ്യുവാൻ ദൈവത്തിന് ഹിതമില്ല എന്ന് എനിക്ക് തോന്നുന്നതിനാൽ ഞാൻ ആ ഭാഗം കൂടെ ചേർത്ത് പറയുകയാണ്. ഈ സ്ത്രീക്ക് ഒരു പ്രശ്നമുണ്ട്. വിധവയ്ക്ക് ദേശത്ത് മുഴുവനും ക്ഷാമമായി, മഴയൊന്നുമില്ല. മഴയെ മാത്രം ആശ്രയിച്ച് കൃഷി നടന്നിരുന്ന ഇടത്ത് കൃഷിയെല്ലാം നിന്നുപോയി. ഒരു ദിവസം ഏലിയാവ് ദൈവത്തിന്റെ കൽപ്പനയ്ക്കൊത്തവണ്ണം സാറാഫാത്തിൽ ചെല്ലുമ്പോൾ ഒരു സ്ത്രീ അവിടെ നിന്ന് വിറക് വെറുക്കുന്നു. എന്തോ അദ്ദേഹത്തിന്റെ ഹൃദയം പറഞ്ഞു, ഈ സ്ത്രീയാണ് നിനക്ക് വേണ്ടി ഞാൻ കൽപ്പിച്ചിരിക്കുന്ന വിധവയായ സ്ത്രീ. വസ്ത്രധാരണം കൊണ്ട് വിധവമാരെ തിരിച്ചറിയാൻ കഴിഞ്ഞേക്കാം. അദ്ദേഹം രണ്ടായാലും ആ സ്ത്രീയുടെ അടുക്കൽ ചെന്ന് ആ സ്ത്രീയോട് പറഞ്ഞു, എനിക്ക് ഒരല്പം വെള്ളം കുടിക്കാൻ തരണം. ഇവിടുത്തെ ക്ഷാമം വെള്ളത്തിനാ. എന്നാലും ഉള്ള വെള്ളത്തിൽ നിന്ന് അല്പം ഇദ്ദേഹത്തിനോട് കൊടുക്കാൻ തയ്യാറായി. ആ സ്ത്രീ വെള്ളം എടുക്കുവാൻ തന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഏലിയാവ് പുറകിൽ നിന്നൊരു വിളി വിളിച്ചു, പിന്നെ നീ വെള്ളവും കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് വേണ്ടി ഒരപ്പവും കുടിഞ്ഞു കൊണ്ടുവരണം, ഒരു ചെറിയ അപ്പം കൂടെ എനിക്ക് വേണ്ടി കൊണ്ടുവരണേ. സ്ത്രീ തിരിഞ്ഞു നിന്നേച്ച് പറഞ്ഞു, യജമാനനെ അതുമാത്രം പറയരുത്. എന്തുകൊണ്ടാണ് യജമാനൻ എന്ന് വിളിച്ചത്? ഇദ്ദേഹം ഒരു പ്രവാചകനാ. പ്രവാചകന്മാർ പ്രത്യേക ഡ്രസ്സിലേ നടക്കത്തുള്ളൂ. പാദം വരെ എത്തുന്നതും രോമം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതുമായ വസ്ത്രമാണ് ആ കാലത്ത് പ്രവാചകന്മാർ ഉപയോഗിച്ചിരുന്നത്. ഇദ്ദേഹത്തിന്റെ വസ്ത്രധാരണം കണ്ടാൽ താൻ പ്രവാചകനാണെന്നറിയാം. ഞാൻ പ്രത്യേക വസ്ത്രധാരണത്തെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയട്ടെ, പഴയ നിയമത്തിൽ മുഴുവനും പ്രത്യേക വസ്ത്രധാരണ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പുതിയ നിയമത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ യേശു ശിഷ്യന്മാരെക്കാൾ വ്യത്യസ്തമായ വസ്ത്രം ധരിച്ചിരുന്നില്ല. യേശുവിൻ്റെ വസ്ത്രധാരണ രീതി വേറെയായിരുന്നെങ്കിൽ യൂദായുടെ ആവശ്യം വരത്തില്ലായിരുന്നു യേശുവിനെ കണ്ടുപിടിക്കേണ്ടതിന്. യേശു സാധാരണ ശിഷ്യന്മാരെ പോലെയും അന്നാട്ടിലുള്ള സാധാരണക്കാരെ പോലെ ഗലീലക്കാരെ പോലെയും സാധാരണ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നതിനാൽ തനിക്ക് പ്രത്യേക വസ്ത്രധാരണ ശൈലി ഇല്ലാഞ്ഞതിനാലാണ് യൂദായിക്ക് 30 വെള്ളിക്കാശ് കിട്ടിയത്. അല്ലെങ്കിൽ അവന് കിട്ടപ്പോരില്ലായിരുന്നു. കാര്യം യേശുവിന് അങ്ങനെ ഒരു പ്രത്യേക വസ്ത്രം ഇല്ലായിരുന്നു. മടങ്ങി വരട്ടെ, ഏലിയാവിന്റെ കാലത്ത് ഏലിയാവ് ഒരു പ്രവാചകൻ എന്ന് കാണിക്കേണ്ടതിന് നിശ്ചയമായും ആ വസ്ത്രം ധരിച്ചിരുന്നു. ആ വസ്ത്രം ധരിച്ചിരുന്നത് കൊണ്ടാകാം ഈ സ്ത്രീ വെള്ളമെടുക്കുവാൻ പോയ സ്ത്രീയോടാണ് വിളിച്ചു പറഞ്ഞത്, എനിക്കൊരല്പം ഒരു ചെറിയ അടയും കൂടെ കൊണ്ടുവരണം. ആ സ്ത്രീ തിരിഞ്ഞു നിന്നേച്ച് പറഞ്ഞു, യജമാനനെ അതുമാത്രം നടക്കത്തില്ല. നിന്റെ യഹോവ സാക്ഷിയാകെ എൻ്റെ വീട്ടിനകത്ത് ഒരു കൊച്ചു കലമുള്ളതിനകത്ത് ഒരടയുണ്ടാക്കാനുള്ള മാവേ ഉള്ളൂ, ഒരല്പം മാവേ ഉള്ളൂ. എൻ്റെ വീട്ടിലെ ഒരു കുറ്റിയിൽ ഒരല്പം എണ്ണ ബാക്കിയുള്ളൂ. ഞങ്ങളുടെ ജീവിതം തീർന്നു, ഇവിടം കൊണ്ട് തീർന്നു. ഞാൻ വിധവയാണ്, എൻ്റെ ഭർത്താവ് പണ്ടേ പോയി. പക്ഷേ എനിക്കൊരു മകനുണ്ട്. ഞാൻ അവസാനമായി ഒരു തീരുമാനമെടുത്തു, ഈ വിറക് പെറുക്കിക്കൊണ്ട് എന്ന് ആ അടുപ്പിൽ വെച്ച് കത്തിച്ച് ആ അല്പമുള്ള മാവും അല്പമുള്ള എണ്ണയും ചേർത്ത് ഒരടയുണ്ടാക്കി ഞാനും എൻ്റെ മോനും കൂടെ തിന്നേച്ച് ഇനി ചാകാൻ പോകാണ്. ഇതിനപ്പുറത്തോട്ടൊന്നുമില്ല. ചാകാൻ നേരത്ത് തിന്നാൻ വേണ്ടി തീരുമാനിച്ച ഈ അട അങ്ങയ്ക്ക് തരത്തില്ല. ഏലിയ ഒരു മറുപടി വിളിച്ചു പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, ആദ്യമേ ഒരു ചെറിയ അടയുണ്ടാക്കി എനിക്ക് കൊണ്ടെത്താ, പിന്നെ പോയി ശേഷിക്കുന്നത് കൊണ്ട് നീയും നിന്റെ മകനും ജീവിച്ചു. ഇവളുടെ അകത്തേക്ക് ഈ ശബ്ദം ഇങ്ങ് വീണു. അവളുടെ അകത്തൊരു വിശ്വാസം ജ്വലിച്ചു. എന്താ വിശ്വാസം? ഈ റെയിൻഹഡ് ബോങ്കയോട് കൂടെ നടന്ന് ശുശ്രൂഷിക്കുന്ന ഒരു കർത്തദാസ്, ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഇപ്പോൾ ഓർക്കുന്നില്ല, സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. വിശ്വാസം എന്നാൽ എന്ത് എന്നതിനെ കുറിച്ച് അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരു വഴിയാത്രക്കാരൻ ഒരു മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ, കഥ റെയിൻഹഡ് ബോങ്കയോട് കൂടെ ശുശ്രൂഷിക്കുന്ന ഒരു ദേവദാസന്റെ വകയാ, എൻ്റെ വകയല്ല. ഒരു വഴിയാത്രക്കാരൻ ഒരു മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദാഹിച്ചു വശായി വല്ലാതെയായി. അദ്ദേഹത്തിന് എവിടെയെങ്കിലും വെള്ളം കിട്ടണമെന്ന് താല്പര്യമുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് വഴിയറമ്പിൽ ഒരു കുഴൽക്കിണർ കണ്ടു. പമ്പ് ചെയ്ത് വെള്ളമെടുക്കാവുന്ന ഒരു കുഴൽക്കിണർ. അദ്ദേഹം ആ കുഴൽക്കിണറിൽ കുറച്ചു നേരം പമ്പ് ചെയ്തു. ശബ്ദമേ വരുന്നുള്ളൂ, വെള്ളം വരുന്നില്ല. നമുക്കറിയാം, കുഴൽക്കിണർ കുറച്ച് ദിവസങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യാതെ പോയാൽ പിന്നെ അതിനകത്ത് അങ്ങോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ തിരിച്ച് വെള്ളം ഇങ്ങോട്ട് വരത്തില്ല. അങ്ങനെ ആ കുഴൽക്കിണർ ഇയാൾ കുറച്ചു നേരം പമ്പ് ചെയ്തു, ശബ്ദമേ ഉള്ളൂ. അപ്പോഴാണ് പെട്ടെന്നൊരു കുപ്പി അദ്ദേഹത്തിൻ്റെ കാഴ്ചയിൽപ്പെട്ടത്. ആ കുപ്പിക്കകത്ത് നിറച്ചു വെള്ളമാണ്. ആ വെള്ളത്തിനകത്ത് ഇങ്ങനെ എഴുതി, ആ കുപ്പിയുടെ പുറത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഈ കുപ്പിയിലെ വെള്ളം കുടിക്കരുത്, പകരം അത് ഈ കിണറിൻ്റെ മേളിൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ പമ്പ് ചെയ്താൽ നിങ്ങൾക്ക് വെള്ളം കിട്ടും. നിങ്ങൾ വെള്ളം നിർത്തുന്നതിന് മുന്നമേ കുപ്പി നിറച്ച് ഇവിടെ വെച്ചേക്കുകയും വേണം. അടുത്തൊരുത്തൻ വന്നാൽ അവന് വെള്ളം കുടിക്കേണ്ടതിന്. അദ്ദേഹം ഈ കുപ്പി കയ്യിലെടുത്തു. ഒരു ചോദ്യചിഹ്നത്തിൻ്റെ മുമ്പിലാണ്. ഒരു കുപ്പി വെള്ളം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ദാഹം തീരെ കുടിക്കാനുണ്ട്. ഇത് കുടിക്കുകയല്ലേ ഭേദം? ഈ കുളത്തിനകത്ത് ഇത് ഒഴിച്ചിട്ട്, അഥവാ
ഒഴിച്ചതൂടെ പോയെങ്കിൽ ഞാൻ പിന്നെ കുടിയുമില്ല, ഈ വന്നതും പോയി നിന്നതും പോയി, ആർക്കും പ്രയോജനമില്ല. ഇവിടെയാണ് വിശ്വാസം തെളിയിക്കപ്പെടുന്നത്. എഴുതിയിരിക്കുന്ന എഴുത്ത് വിശ്വസിക്കുന്നോ ഇല്ലയോ? വിശ്വസിക്കുന്നെങ്കിൽ ആ വെള്ളമെടുത്ത് ഈ കിണറിന്റെ മുകളിലേക്ക് ഒഴിക്കുക. അടിക്കൂ, തണുത്ത വെള്ളം നിങ്ങൾക്ക് കിട്ടും. ആവശ്യം പോലെ കുടിക്കാനും കുളിക്കാനും ഉള്ളത് കിട്ടും. പോകാൻ നേരം ആ കുപ്പി നിറച്ചു വെച്ചേക്കണം എന്ന് മാത്രമേ ഉള്ളൂ. വിശ്വാസം എന്നത് കേൾക്കുന്നതിനെ അംഗീകരിക്കുന്നോ ഇല്ലയോ എന്നതിനെ ആസ്പദിച്ചാണ്. ഈ ശബ്ദം തൻ്റെ കാതുകളിലേക്ക് എത്തിയതോടെ തേണ്ട ഈ വിധവയുടെ ഹൃദയത്തിൽ ദൈവവിശ്വാസത്താൽ നിറഞ്ഞു. അവൾ നേരെ വീട്ടിലേക്ക് പോയി ഒരടയുണ്ടാക്കി. ചെറുതോ വലുതോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരടയുണ്ടാക്കി. ആദ്യത്തെ അട അത് പ്രവാചകന് കൊണ്ട് കൊടുത്തു. ആ പറഞ്ഞതുപോലെ സംഭവിച്ചു. അവിടെ കലത്തിലെ മാവ് വർദ്ധിക്കാൻ തുടങ്ങി. ആ ക്ഷാമകാലം തീരുവോളം അവളുടെ കലത്തിലെ മാവ് തീർന്നിട്ടില്ല. അവളുടെ കുറ്റിയിലെ എണ്ണ പറ്റിയിട്ടില്ല. വറവ് കാലമായതുകൊണ്ട് വിറകിന് യാതൊരു തകരാറുമില്ല. എന്റെ വിശ്വാസം അവളുടെ വെള്ളം വർദ്ധിക്കാൻ തുടങ്ങി. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നടത്തുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തിയുള്ള കരം ഏലിയാവിലൂടെ വ്യാപരിക്കുന്നത് ആ സ്ത്രീ അനുഭവിച്ചു. ദൈവത്തിന് സ്തോത്രം. ക്ഷാമകാലം തീരുവോളം, ദേശത്ത് മഴ പെയ്യുവോളം അവൾക്ക് ആവശ്യത്തിനുള്ളത് ഉണ്ടായിരുന്നു. എന്റെ വിശ്വാസം അവളുടെ സ്വന്തക്കാർക്കും കൂടെ കൊടുക്കുവാൻ അവരുടെ കയ്യിലായി. പ്രവാചകനെ വിളമ്പുവാൻ അവൾക്ക് കഴിഞ്ഞു. ക്ഷാമമൊന്നും അറിയാതെ വണ്ണം അവരെ നടത്തുകയാണ്. ഹല്ലേലൂയ. ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ അങ്ങനെയായി. അടുത്ത 3.5 വർഷം. ഒരു ദിവസം ഏലിയാവിനോട് പറഞ്ഞു, ഏലിയാവേ, ലോകം മുഴുവൻ നശിക്കുകയാണ്, മഴ പെയ്യിച്ചേ മതിയാകൂ. അതുകൊണ്ട് നീ ഇപ്പോൾ മടങ്ങിച്ചെന്ന് നിന്നെ തന്നെ ആഹാബിന് കാണിക്കുക. നീ ജനത്തിന്റെ മുമ്പിൽ വെച്ച് ഒരു വെല്ലുവിളി നടത്തുക. ആ വെല്ലുവിളിയുടെ മുമ്പിൽ ജനം ദൈവമാരെന്ന് തിരിച്ചറിയും. ഏലിയാവ് വന്ന് ജനത്തെ വിളിച്ചുകൂട്ടി. വലിയ ചരിത്രമാണ്, ഞാൻ ആ മുഴു ചരിത്രത്തിലോട്ട് പോകത്തില്ല. ജനത്തെ വിളിച്ചുകൂട്ടി വെച്ച് പറഞ്ഞു, യഹോവയാണോ ദൈവം, ബാലാണോ ദൈവമെന്ന് ഇന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പിശാചിന്റെ എന്നത്തെയും ടെക്നിക്ക് എന്നും കൺഫ്യൂഷൻ ഉണ്ടാക്കുക. കാര്യം അവൻ സൃഷ്ടാവല്ല. പിശാചിന് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനേ കഴിയത്തുള്ളൂ. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, ദൈവം സൃഷ്ടാവാ, പിശാച് സൃഷ്ടാവല്ല. അവൻ ഇമിറ്റേറ്റ് ചെയ്യും. ഞാൻ എവിടെയെങ്കിലും വിശുദ്ധി ഉണ്ടെന്ന് പറഞ്ഞാൽ പിശാച് വരെ ഞാൻ അശുദ്ധി കൊണ്ടുവരും. ഞാൻ എവിടെയെങ്കിലും നന്മയുണ്ടെന്ന് പറഞ്ഞാൽ പിശാച് പറയും ഞാൻ തിന്മ കൊണ്ടുവരും. ഞാൻ എവിടെയെങ്കിലും ഭക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ പറയും ഞാൻ കപടഭക്തി കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യുമോ? ഇല്ല, ബാലൻസ് ചെയ്യത്തില്ല. കാര്യം പിശാച് സർവശക്തനല്ല. അവൻ വെറും അനുകരിക്കുന്ന, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നവനാണ്. സാക്ഷാൽ ദൈവമായവൻ നമ്മുടെ ദൈവമാകയാൽ കപടഭക്തി ഭക്തിയെ ജയിക്കയില്ല. ഭക്തി കപടഭക്തിയെ ജയിച്ചിരിക്കും. വെളിച്ചം ഇരുളിനെ പിടിച്ചടക്കും, ഇരുൾ വെളിച്ചത്തെ പിടിച്ചടക്കുകയില്ല. ജീവിതത്തിൽ വിവിധ സാഹചര്യങ്ങളുടെ മുമ്പിൽ പോരാട്ടം അനുഭവിക്കുന്ന ദൈവപൈതലേ, ദൈവം എന്തെങ്കിലും ഒരു നന്മ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അതിന്റെ പുറത്ത് തിന്മ കൊണ്ട് കവർ ചെയ്യുന്ന ദുഷ്ടപിശാച് ഇന്ന് പകൽ കേൾക്കട്ടെ, അവൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നവനാണ്. അവനെ കൊണ്ട് ജയിക്കാൻ സാധ്യമല്ല. ജയിക്കുന്നത് ദൈവമാണ്. കാര്യം ദൈവം സൃഷ്ടാവാ. ഓൾ റൈറ്റ്. അദ്ദേഹം വന്ന് ജനത്തെ വിളിച്ചു കൂട്ടി വെച്ച് പറഞ്ഞു, ആരാണ് ദൈവമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഞാനൊരു ടെസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ തരാം. ബാല് തീ ഇറക്കുന്ന ദൈവമാണെന്ന് ഇതുവരെ നിങ്ങൾ വിശ്വസിച്ചല്ലോ. മഴ പെയ്യാതായതോടെ ഈ ഏരിയ ആയിരിക്കും പറഞ്ഞത്, ബാല തീ ഇറക്കുന്നത്. തന്റെ സൂര്യരശ്മി വർദ്ധിച്ചില്ലേ, അതിപ്പോ തീയാകും, ഇനി തീ വരാതെ സൂക്ഷിച്ചോളാനായിരിക്കും. ഇവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എനിക്കൊരു യാഗപീഠം താ, അങ്ങേർക്കും കൂടെ ഒരു യാഗപീഠം, ബാലിനും. ബാലിന്റെ യാഗപീഠത്തിന്റെ മേൽ നിങ്ങൾ യാഗവസ്തു വെക്ക്. യഹോവയ്ക്ക് വേണ്ടി പണിയുന്ന എനിക്ക് തരുന്ന യാഗപീഠത്തിന്റെ മേൽ ഞാൻ യാഗവസ്തുക്കളെ വെക്കാം. എന്നിട്ട് മാറിയിരുന്നൊന്ന് പ്രാർത്ഥിക്കാം. തീ ഇറക്കുന്ന ദൈവം തന്നെ ദൈവമെന്നിരിക്കട്ടെ. ബാലാണ് തീ ഇറക്കിയതെങ്കിൽ ബാലാ ദൈവം, യഹോവയാണ് തീ ഇറക്കിയതെങ്കിൽ യഹോവയാണ് ദൈവം. ജനം മുഴുവനും പറഞ്ഞു, ഇത് സമ്മതിച്ചിരിക്കുന്നു, ഇത് നല്ല വാക്ക്, ഇത് നല്ല വാക്ക്. ജനം സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ 2 യാഗപീഠങ്ങൾ പണിതു. ചുരുക്കട്ടെ, ഒന്ന് ബാലിന് വേണ്ടി പണിത യാഗപീഠത്തിന്റെ മേൽ യാഗമൃഗങ്ങളെ വെച്ചുകൊള്ളുവാൻ ഏലിയാവ് അവരോട് ആവശ്യപ്പെട്ടു. ബാലിന്റെ പുരോഹിതന്മാർ അത് ചെയ്തു. സീരിയസ് ആയി അവർ ചെയ്തു. തീ ഇറങ്ങുമെന്നുള്ള വിശ്വാസത്തോടെ ചെയ്തു. ഇല്ലെങ്കിൽ പൊതുസ്ഥലത്ത് ഇതിനൊന്നും വരത്തില്ല. അവരെ എണ്ണത്തിൽ 450 പേരുണ്ട്. അതിനോട് ചേർന്ന കൂട്ടു ദൈവമാണ് അശേര. അശേരയുടെ വക 400 പേരുണ്ട്. അങ്ങനെ 850 പ്രവാചകന്മാർ ഒരുമിച്ച് ഒരു സൈഡിൽ നിന്നുകൊണ്ട് യാഗപീഠത്തിന്റെ ചുറ്റും തുള്ളുകയും ചാടുകയും തീ ഇറക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അറ്റ കൈയായി സ്വന്തം ശരീരങ്ങൾ കുത്തിമുറിച്ച് രക്തം കാണിച്ചുകൊണ്ട് തീ ഇറക്കണമേ ബാലേ എന്നവർ തുള്ളിച്ചാടിയിട്ടും നേരം അസ്തമിക്കാറായിട്ടും യാതൊരു പ്രതികരണവും കണ്ടില്ല. ഞങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്, ഏലിയാവിന്റെ വെല്ലുവിളി, അവൻ തീ ഇറക്കുന്നവനാണെങ്കിൽ ഞാനും കൂടെ നിൽക്കുമ്പോൾ ആ തീ ഒന്ന് ഇറങ്ങിക്കാണട്ടെ.
ഞാൻ ഇല്ലാത്തപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ അവന് കഴിഞ്ഞേക്കാം. കാര്യം അവനേക്കാൾ ശക്തനായവൻ എന്നിൽ വസിക്കുന്നതിനാൽ. ഇന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ലോകത്തേക്കാൾ വലിയവൻ എന്നിൽ വസിക്കുന്നു. അവനേക്കാൾ ശക്തനായവൻ എന്നിൽ വസിക്കയാൽ, ബലവാനായവൻ എന്നിൽ വസിക്കയാൽ. ഇല്ല, നിന്നെ കൊണ്ട് എന്റെ മുമ്പിൽ വെച്ച് ഇത് ചെയ്യുവാൻ കഴിയുകയില്ല. ഞാനിവിടെ ഉള്ളപ്പോൾ തീ ഇറക്കാമെങ്കിലും ഒന്ന് ഇറക്ക്. ഒരു പകൽ മുഴുവനുമായി ആക്ഷേപപദങ്ങൾ വരെയും ഏലിയാവ് വിളിച്ചു പറഞ്ഞു. ഒരു തീയും വന്നില്ല. ഒടുവിൽ സന്ധ്യായാഗത്തിന്റെ സമയമായപ്പോൾ നമ്മുടെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. താൻ സകലതിനും കാലവും കണക്കും വെച്ചിട്ടുണ്ട്. തോന്നിയതുപോലെ തോന്നിയ സമയത്ത് കാര്യങ്ങൾ ചെയ്യുന്നവനല്ല എൻ്റെ ദൈവം. അവൻ ഒരിക്കലും സ്വേച്ഛ അധികാരിയല്ല. താൻ സകലത്തിനും ഒരു സമയം വെച്ചിട്ടുണ്ട്. ബൈബിൾ പറയുന്നു, വിതയ്ക്കുവാൻ ഒരു കാലം, കൊയ്യുവാൻ മറ്റൊരു കാലം, ചിരിക്കാൻ ഒരു കാലം, കരയാൻ ഒരു കാലം. ഞാൻ കരയാനുള്ള കാലത്ത് കരഞ്ഞു, സത്യമാ. എൻ്റെ ശത്രുവേ, അത് കണ്ട് നീ സന്തോഷിക്കണ്ട, എനിക്ക് ചിരിക്കാൻ ഒരു കാലമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ദുഃഖിക്കാൻ ഒരു കാലമുണ്ട്, അന്ന് ഞാൻ ദുഃഖിച്ചു, സത്യം. പക്ഷേ എന്റെ ശത്രുവേ, അത് കണ്ട് നീ സന്തോഷിക്കേണ്ട, ഇന്ന് ഞാൻ സന്തോഷിക്കേണ്ട കാലമാ. സകലതിനും ഒരു കാലമുണ്ട്, ഓരോന്നിനും ഒരു സമയമുണ്ട്. സമയത്തിന് കാര്യം ചെയ്യുവാൻ നാം ഓർത്തിരിക്കുകയും വേണം. സന്ധ്യായാഗത്തിന്റെ സമയമായപ്പോൾ ഏലിയാവ് പറഞ്ഞൊരു കാര്യം ചെയ്യ്, എന്റെ ദൈവത്തിനുള്ള യാഗവസ്തുവിനെ ഞാൻ മുറിച്ചു വെക്കാൻ പോകുകയാണ്. യാഗപീഠത്തിന്റെ മേൽ വെച്ചു. മറ്റുള്ളവനൊരു സംശയം വരാതിരിക്കേണ്ടതിന് താൻ പറഞ്ഞു, നിങ്ങൾ തന്നെ ഒരു കാര്യം ചെയ്യ്, ഈ യാഗപീഠത്തിന്റെ മേൽ മുഴുവനും വെള്ളം കോരിക്കൊണ്ടുവന്ന് ഒഴി. വെള്ളത്തിന് തപ്പി നടന്നേലേ കിട്ടൂ. മഴയില്ല, ദേശത്ത് വെള്ളമില്ല, നിനക്കുള്ളതൂടെ അങ്ങ് തീരട്ടെ. എന്റെ യാഗപീഠത്തിന്റെ മേൽ കൊണ്ടൊഴിക്ക്. വല്ല തീയുടെ അംശവുമുണ്ടെങ്കിൽ കിടട്ടട. അത് മുഴുവനും തീ വെള്ളമൊഴിച്ചു. അതിന്റെ വട്ടത്തിൽ തോട് വെട്ടി, തോടിനകത്ത് വെള്ളമൊഴിച്ചു. എന്നിട്ട് അദ്ദേഹം മാറി നിന്ന് ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. യഹോവേ, ഓ ഗോഡ്, യഹോവേ. ഇതുവരെ ബാലിനെ വിളിച്ചാ പ്രാർത്ഥിച്ചത്, ഇപ്പോഴേ ആ അഡ്രസ് അങ്ങ് മാറി. യഹോവേ, സർവശക്തനെ, അങ്ങ് എന്നെ അയച്ചുവെന്ന് ഞാൻ ഈ ചെയ്തതൊക്കെയും അങ്ങയുടെ കൽപ്പനപ്രകാരമാണെന്നും ഈ ജനം അറിയേണ്ടതിന് ഇപ്പോൾ ഈ യാഗത്തിന്റെ മേൽ തീ അയക്കണമേ. ഏലിയാവ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി. ഏലിയാവ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി. ഈ പുസ്തകത്തിന്റെ ചരിത്രത്തിൽ ഇത് വിശദീകരിക്കുന്നു. യുഗങ്ങളായി ബുദ്ധിരാക്ഷസന്മാർ മല്ലിട്ട് തോറ്റ ഈ പുസ്തകം, യുഗങ്ങളായി ശാസ്ത്രീയ നേതാക്കന്മാർ ശ്രമിച്ചു പരാജയപ്പെട്ട ഈ പുസ്തകം, സകല തത്വശാസ്ത്രങ്ങളെയും തിരുത്തിക്കുറിച്ചുകൊണ്ട് എന്നുമെന്നും പുതിയ ഭാഷകളിൽ പകർത്തപ്പെടുന്ന ഈ പുസ്തകം ഇതിന്റെ ചരിത്രത്തിലൂടെ വിളിച്ചു പറഞ്ഞു. ഏലിയാവിന്റെ പ്രാർത്ഥനയിൽ തീയിറങ്ങി. ഹല്ലേലൂയ. യാഗം ദഹിപ്പിച്ചു, യാഗപീഠം ദഹിപ്പിച്ചു, അതിന്റെ വട്ടമുണ്ടായിരുന്ന വെള്ളം പറ്റിച്ചു, ഒടുവിൽ അവിടെ ഉണ്ടായിരുന്ന മണ്ണും ദഹിപ്പിച്ചു. യെരൂശലേം കാണാൻ പോകുന്നവർക്ക് കാണാം, ഏലിയാവിന്റെ യാഗപീഠത്തിന്റെ മേൽ തീ ഇറങ്ങിയ സ്ഥലം. ആ വട്ടത്തിൽ കിടക്കുന്ന കല്ല് ദഹിച്ചുവെന്ന്, മണ്ണ് ദഹിച്ചുവെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് ആ ഏറിയായി ചെന്നാൽ കാണാം. ഉരുകി തിരികെ ചേർന്നിരിക്കുന്ന മണലും കല്ലും ആ നാട് മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് കാണാം. അങ്ങനെയാണെങ്കിൽ യാഗപീഠത്തിന്റെ മേൽ തീ ഇറങ്ങിയതോടുകൂടെ ഒരു യാഗപീഠം ഈ സ്റ്റേജ് പോലെ ഒരു ചില്ലറ സ്ഥലമല്ല, പകരം ആ നാട്ടിൽ തീ ഇറങ്ങി. ജനത്തെ തൊടാതെ ദഹിപ്പിക്കേണ്ടതിനെ ദഹിപ്പിക്കുവാൻ, മനുഷ്യനെ തൊടാതെ കല്ലുകളെ ദഹിപ്പിക്കുവാൻ, മണ്ണ് ദഹിപ്പിക്കുവാൻ ഇറങ്ങിയ തീ. ആ ഗോഡ്, ഇന്ന് പകലും തീ ഇറങ്ങും. അത് തൊടേണ്ടതിനെ തൊടും, ഇതിനകത്തുനിന്ന് വിടുവിക്കേണ്ടതിനെ വിടുവിക്കും. അരുതാത്തതിനെ ബാധിക്കാതെ വേണം തൊടേണ്ടതിനെ തൊടുന്ന ദൈവത്തിന്റെ തീ ഇവിടെ ഇറങ്ങട്ടെ. ഓ ഗോഡ്, യേശുവേ, 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 ഇന്ന് പകൽ ദൈവത്തിന്റെ തീ അങ്ങനെ ജനത്തിന് നടുവിൽ ഇറങ്ങണമേ. ചില രോഗികൾ സൗഖ്യമാകുവാൻ പ്രതീക്ഷയോടെ വന്ന, ആവലോടെ വന്ന, ആശയോടെ വന്ന, വിടുതൽ പ്രതീക്ഷിച്ചു വന്ന ഒരു വിഭാഗം വിടുവിക്കപ്പെടുവാൻ യേശുവിന്റെ അധികാരത്തിൽ ഇന്ന് പകൽ തീരങ്ങട്ടെ. കയ്യും കാലുമൊക്കെ വിറയ്ക്കുന്ന ഒരാളിനെ ദൈവം എന്നെ കാണിക്കുന്നു. നിൽക്കാൻ വയ്യാതെ വണ്ണം കയ്യും കാലുമൊക്കെ വിറയ്ക്കുന്ന ഒരു വ്യക്തി ഇന്ന് പകൽ മടങ്ങിപ്പോകുമ്പോൾ നിങ്ങളുടെ നരമ്പുകൾ ആരോഗ്യത്തോടെ പോയിരിക്കും. ഇന്ന് പകൽ സ്വർഗത്തിൽ നിന്നൊരു ശക്തി തൊടാൻ പോകുകയാ. ഹല്ലേലൂയ. ബലമില്ലാത്ത ആ വ്യക്തിത്വം, ശരീരം വിറയ്ക്കുന്ന ആ വ്യക്തിത്വം, ഞാൻ യേശുവിന്റെ നാമം എടുത്ത് വീണ്ടും പറയട്ടെ, ഇന്ന് പകൽ ഈ ആരാധന കഴിഞ്ഞ് ഇതിന്റെ വാതിലുകളിലൂടെ വെളിയിലേക്ക് പോകുമ്പോൾ
വിറയിൽ മാറിയിരിക്കും, പകരം ആരോഗ്യത്തോടെ പോയിരിക്കും. ഇന്ന് പകൽ തൊടേണ്ടവരെ തൊടുവാൻ അവിടെയായി വ്യാപരിക്കുന്ന ദൈവശക്തി. അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് നന്ദി കർത്താവേ. യേശുവിന്റെ നാമത്തില് ദൈവത്തിന്റെ ശക്തിയുള്ള തീയ് ഇന്നതിനകത്തേക്ക് നിറങ്ങട്ടെ. ബെഥസ്ദയുടെ കുളക്കരയിൽ വിഭിന്ന രോഗികൾ സൗഖ്യമായതുപോലെ ഫെബ്രുവരി 6 ദൈവിക രോഗശാന്തി ഇതിനകത്ത് നടക്കട്ടെ. ദൈവത്തിന്റെ പ്രത്യേകത, തന്റെ തീ ഇറങ്ങിയാൽ ദഹിക്കരുതാത്തത് ദഹിക്കത്തില്ല, ദഹിക്കേണ്ടത് ദഹിക്കും. ഞാൻ പോയി കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അത്രയും ഗൗരവമായി പറഞ്ഞത്. യെരൂശലേമിൽ ഇന്നും പോയാൽ കാണേണ്ടവർക്ക് കാണാം. ഞാൻ പോയി കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ഗൗരവമായി പറയുന്നത്. വലിയൊരു ലാർജ് ഏരിയ, ഉരുകിയ കല്ലുകൾ തിരിച്ചവിടെ ചേർന്ന് കിടക്കുന്നത് കാണാം. ഉരുകിയ കല്ലുകൾ ചേർന്ന് കിടക്കുന്നത് കാണാം. കർത്താവേ, ആളുകൾ ഒരുമിച്ച് കൂടി നിന്ന ഇടമല്ലേ? ബാലിന്റെ ആളുകൾ ഒരു വശത്ത്, ഇസ്രായേലിന്റെ ആളുകൾ ഒരു വശത്ത്. ഈ ജനവലിയുടെ നടുവിൽ ജനത്തെ തൊടാതെ കല്ല് മാത്രം ഉരുക്കുവാൻ അതെങ്ങനെ കഴിയും? അതാണ് ദൈവത്തിന്റെ പ്രത്യേകത. ഈ ഗ്രൂപ്പിന്റെ നടുവിൽ തൊടേണ്ടതിനെ തൊടുവാൻ ഇന്ന് മകൾ ദൈവത്തിന് കഴിയും. ബാക്കിയുള്ളവർ ഇരിക്കും, തൊടേണ്ടതിനെ തമ്പുരാൻ തൊട്ടിരിക്കും. കർത്താവേ, ഇന്ന് പകൽ തൊടേണ്ടതിന് ഞങ്ങൾ തൊടണമേ. ഇതിന് നടുവിൽ സംസാരിക്കേണ്ടവരോട് അങ്ങ് സംസാരിക്കണേ. ഇതിന് നടുവിൽ തൊടേണ്ടവരെ അങ്ങ് തൊടണമേ. ഒരിക്കല് തർസൂസുകാരനായ ശൗല് ദമസ്കോസിന്റെ പടിവാതിക്കലേക്ക് പാരവാര സഹിതം വരികയാ. മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം കയ്യിലെടുത്തുകൊണ്ട് ദമസ്കോസിൽ വരച്ച അവിടെയുള്ള ക്രിസ്തീയ ശിഷ്യന്മാരെ കൊല്ലുവാനും തടങ്കലിലാക്കുവാനും ഉപദ്രവിക്കുവാനുമായി കട്ടായന്മാർ യുവാക്കന്മാരുമായി, ഇന്നത്തെ ഭാഷയിൽ ഗുണ്ടാകളുമായി തന്റെ യെരൂശലേമിന്റെ ഗേറ്റിന്റെ അകത്തേക്ക് ദമസ്കോസിന്റെ പടിവാതിലിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് നട്ടുച്ചയ്ക്ക് സൂര്യനെ കവിയുന്ന ഒരു പ്രകാശം അവരുടെ ചുറ്റും മിന്നി. ഇടിവെട്ടിയെന്ന് ജനത്തിന് തോന്നി. ആ പ്രഭയിലും പ്രകാശത്തിലും ജനം ഓടുമ്പോൾ ശൗലിന് മാത്രം ഒരു ശബ്ദം കേൾക്കാം. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? പലരും ഒരുമിച്ച് യാത്ര ചെയ്യുകയാ, ഒരാളിന് മാത്രം ശബ്ദം കേൾക്കാം. ഇന്ന് പകൽ 2500ഓളം ആളുകൾ ഇതിനകത്തിരിപ്പുണ്ട്. വ്യത്യസ്ത രാജ്യങ്ങളിൽ ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കുക. ആരോട് ദൈവം ഇടപെടും, അവര് മാത്രം ശബ്ദം കേൾക്കും. ദൈവം ഒരു സമൂഹത്തിന് നടുവിൽ വ്യക്തികളോട് ഇടപെടുന്നവനാണ്. ദൈവം ഒരു സമൂഹത്തിന് നടുവിൽ വ്യക്തികളോട് ഇടപെടുന്നവനാ. ഒരു പ്രസംഗകൻ എന്നതിൽ, അല്ലെങ്കിൽ ഇന്നിവിടെ നിന്നുകൊണ്ട് ജനത്തോട് സംസാരിക്കുന്നവൻ എന്നതിൽ എന്റെ ദൗത്യം അഡ്രസ് ദ ക്ലാസ്, ഇരിക്കുന്ന മുഴുവൻ പേരെയും ഒരുമിച്ച് സംബോധന ചെയ്യുകയാ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുവാൻ എല്ലാവരെയും സംബോധന ചെയ്യുക. പക്ഷെ ദൈവം അതല്ല. ഈ അഡ്രസ് എ പേഴ്സൺ. ജനത്തിന്റെ നടുവിൽ നിന്ന് ആരോട് ഇടപെടണം, അവൻ വ്യക്തിയോട് സംസാരിക്കും. എന്റെ ദൈവത്തിന്റെ പ്രത്യേകത ഏതാണ്? ആദാം എന്ന ഏകനിൽ നിന്ന് കോടാനുകോടികളെ സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്നവനായ എന്റെ ദൈവത്തിന്റെ പ്രത്യേകത വൃഥ സംസാരിക്കാതെ ആരോട് ഇടപെടണം, അവരോട് സംസാരിക്കുന്നവനാണ് ഇന്നെന്റെ ദൈവം. ഹല്ലേലൂയ. ഇന്ന് പകൽ ചില വിടുതലുകൾക്കായി ചില വ്യക്തികളുടെ മേൽ ദൈവശബ്ദം വരിക. ഹല്ലേലൂയ. യേശുവിന്റെ ബലമുള്ള നാമത്തില് ഇന്ന് പകൽ ഒരു ദൈവശബ്ദം ചിലതിനെ തൊടുക. ഹല്ലേലൂയ. ആ വലിയ ദൈവശബ്ദത്തിന്റെ വേറൊരു പ്രത്യേകത, ആ ശബ്ദം കാദേശ് മരുഭൂമിയെ നടുക്കും. ആ ശബ്ദം വനങ്ങളെ തോലിരിക്കും. അതേ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കും.
ശ്രദ്ധിച്ചാലും കർത്താവേ സ്തോത്രം. കാദേശ് മരുവിന് ഒരു നടുക്കമുണ്ടാകും. ഇതര വനങ്ങളുടെ തോലിരിഞ്ഞു മാറും. മാൻപേടകൾക്ക് അത് അനുഗ്രഹമാ. ഒറ്റ ശബ്ദം, യഹോവയുടെ ശബ്ദം പെരുവെള്ളത്തിന്റെ മീതെ മുഴങ്ങും. യഹോവയുടെ ശബ്ദം വനങ്ങളെ തോലിരിക്കും. യഹോവയുടെ ശബ്ദം കാദേശ് മരുവിനെ നടുക്കും. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കും. ഒറ്റ ശബ്ദം വ്യത്യസ്ത വ്യക്തികൾക്ക് വ്യത്യസ്ത ഫലം ചെയ്യും. ശൗലിനോടുകൂടെ വന്നവർ ഭയന്നോടുമ്പോൾ ശൗൽ ദൈവശബ്ദം കേൾക്കുകയാ. ശൗലെ, നിന്നെ ഓടിക്കാനല്ല ഞാൻ വന്നത്, നിന്റെ കൂടെയുള്ളവരെ ഓടിച്ചേച്ച് നിന്നെ രൂപീകരിക്കാൻ വന്നതാ. ഇന്ന് മകൾ ഒരുമിച്ച് വന്ന ചിലര്, ഇന്ന് മകൾ ചേർന്ന് നിൽക്കുന്ന ചിലര് ഓടിക്കേണ്ടതിന് ഓടിച്ച് രൂപീകരിക്കപ്പെടേണ്ടതിന് രൂപീകരിച്ചയക്കുക. ദൈവത്തിന്റെ ശബ്ദം ഇന്നിവിടെ മുഴങ്ങുകയാ. Oh God. സ്തോത്രം. ഞാൻ വേഗത്തിൽ വരട്ടെ. എവിടെയും ഇത് നമുക്ക് കൊണ്ടേ ക്ലോസ് ചെയ്യണം. ദൈവത്തിന്റെ ഹിതപ്രകാരം ക്ലോസ് ചെയ്യണം. ഏലിയാവ് ഈ മഹൽക്കാര്യം ചെയ്തു. തൻ്റെ ആ പ്രാർത്ഥനയിൽ തീയിറങ്ങി. അതോടുകൂടെ ജനത്തിന്റെ ഇടയിൽ ഒരു വേർപാട് നടന്നു. യഹോവയാണ് ദൈവമെന്ന് ഇസ്രായേൽ സമ്മതിച്ചു. അവരുടെ കണ്ണിന്റെ മുമ്പിൽ ദൈവം അത് തെളിയിച്ചു കൊടുത്തു. എവിടോ പരിശുദ്ധാത്മാവ് നിൽക്കുന്നു. ചിലതിന്റെ മുമ്പിൽ ദൈവം തെളിയിച്ചു തരും. ഈ കഴിഞ്ഞ 7 വർഷം ദൈവം തെളിയിച്ചില്ല. കഴിഞ്ഞ 7 വർഷം തോന്നലുകൾ ഉണ്ടാക്കി സംശയിച്ച് നിന്റെ മുമ്പിൽ ദൈവം തെളിവിട്ടു കൊടുത്തു. ഈ ദിവസങ്ങളിൽ ദൈവം ചില കാര്യങ്ങൾ തെളിയിക്കട്ടെ. നിങ്ങളെ ദൈവം അയക്കുന്ന ഇടത്ത്, ഞാൻ നിങ്ങളും പോകുന്ന ഇടത്ത് ദൈവം ചിലത് തെളിയിക്കുവാൻ. ഹല്ലേലൂയ. ഏലിയാവേ, അങ്ങ് ആര്? അങ്ങ് ഏത് ഗോത്രത്തിൽ ജനിച്ചവൻ? ആരങ്ങ് അയച്ചു? തെളിവില്ല. തിസ്ബയിൽ നിന്നുള്ള തിസ്ബനാണ് ഏലിയാവ്. പക്ഷേ പറഞ്ഞു, യഹോവേ അങ്ങനെ അയച്ചുവെന്ന് ഇവരറിയേണ്ടതിന് ഇത് സംഭവിക്കട്ടെ. തെളിയിച്ചാൽ ഞാൻ എന്നെ തന്നെ തെളിയിക്കേണ്ട കാര്യമില്ല. എല്ലാത്തിന്റെ മറുവശം തൊടാതിരുന്നത് ശരിയാകില്ല. ഞാൻ എന്നെ തന്നെ തെളിയിക്കേണ്ട കാര്യമില്ല. യേശുവിന്റെ അടുക്കൽ പിശാചി എന്ന് പറഞ്ഞത് നീ ദൈവപുത്രനാണെന്ന് തെളിയിക്കുവാൻ മേളിൽ നിന്ന് താഴോട്ട് ചാട്. ഐ നീഡ് നോട്ട് ടു പെർഫോം. ഞാൻ ദൈവപുത്രൻ തന്നെയാ. ഹല്ലേലൂയ. ഐ നീഡ് നോട്ട് ടു പെർഫോം. ഞാൻ കഴിഞ്ഞ ആഴ്ച തൊട്ടായിരുന്നു. there is a pressure to perform. ചിലതെല്ലാം ചെയ്ത് കാണിക്കുവാൻ നമ്മുടെ മേലൊരു പ്രഷർ ഉണ്ടാകും. അത് പൈശാചികമാ. വേണ്ട പിശാചേ, നിന്റെ മുമ്പിൽ ചെയ്യേണ്ട കാര്യമില്ല. ഐ ആം ഓൾറെഡി ദാറ്റ്. നിന്റെ മുമ്പിൽ ചാടി കാണിക്കേണ്ട കാര്യമില്ല. ഐ ആം ദാറ്റ്. എന്നാൽ അങ്ങ് ദൈവമെന്ന് ജനത്തിന്റെ മുമ്പിൽ തെളിയിക്കുവാൻ ഞാൻ തന്റെ യാഗപീഠവുമായി നിൽക്കുന്നു. അടുത്ത പടി. അന്ന് ബാലിന്റെയും അശേരയുടെയും പ്രവാചകന്മാരെ തള്ളിക്കൊണ്ട് കൊന്നിട്ടേച്ച് ജനം ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. ഇത് ഇസബേൽ അറിഞ്ഞു. അവൾക്കിപ്പോൾ ദൈവമല്ല വലുത്, അവളാ വലുത്. ഞാൻ പറഞ്ഞത് കേൾക്കാഞ്ഞവർ, ദൈവത്തെ വിടെ, ഞാൻ പറഞ്ഞത് കേൾക്കാഞ്ഞവൻ. അവൾ വിളിച്ചു പറഞ്ഞു, നാളെ ഈ സമയമാകുന്നതിന് മുന്നമേ ഏലിയാവിൻ്റെ തല വെട്ടിയില്ലെങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ. ഏലിയാവ് പേടിച്ചുപോയി. എന്നെ ഗമ പറയുന്നവനായാലും മനുഷ്യനാ. അതിനപ്പുറത്തൊന്നും നമ്മുടെ ഇല്ല. എന്നെ ഗമ പറയുന്നവനായാലും മനുഷ്യനാ. ഞാൻ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ഇനി എനിക്ക് വടിക്കോൾ പ്രലോഭനമില്ല, ഇനി എനിക്ക് ടെംപ്ടേഷൻ ഇല്ല, ഒക്കെ ചുമ്മാതാ. ലാസർ വി മാത്യൂസ് എന്ന് പറയുന്ന ഒരു കർത്താവിൻ്റെ ദാസനുണ്ട്. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞ ഒരു കൊച്ചു ചരിത്രം എൻ്റെ ഓർമ്മയിലുണ്ട്. ഇവരെ പാട്ടുകാരാണ്. അപ്പം ഇദ്ദേഹം നന്നായിട്ട് പാട്ട് പാടും, അല്ലെ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പും പാടും. അപ്പം ഇദ്ദേഹത്തിന് എതിരെ പാടുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവരെ തോപ്പിച്ചെങ്കിൽ മാത്രമേ ഇവരും എടുക്കരാവുള്ളല്ലോ. എന്തെല്ലാം കോമ്പറ്റീഷനാപ്പാ. അപ്പോൾ അതിലൊരാൾ, പാട്ട് പാടുന്നയാൾ ഈ ക്ലാർനെറ്റ് നന്നായി ഊതും. അയാളുടെ ക്ലാർനെറ്റ് ഊത്തലാണ് ഇവരുടെ ഓപ്പോസിറ്റ് ഗ്രൂപ്പ് എപ്പോഴും മിടുക്കരാകുന്നത്. അപ്പോൾ ഈ ക്ലാർനെറ്റ് ഊതുന്നവനെ ഒതുക്കിയെങ്കിൽ മാത്രമേ ഇവർക്ക് ജയിക്കാനൊക്കത്തുള്ളൂ. അതിന് ലാസർ പറഞ്ഞു, ഒരു പണി കാണിച്ചെന്ന് പറഞ്ഞു. ഒരു കഷണം വാളംപുളിയുമായി പാട്ട് കേൾക്കാൻ മുന്നേ പോയിരുന്നു. അവൻ ഊതാൻ എടുക്കുമ്പോൾ ഇതെടുത്ത് പതുക്കെ നക്കിക്കൊണ്ടിരുന്നു. ക്ലാരിനെറ്റ് ഊതുന്നവൻ്റെ വാ മുഴുവനും തുപ്പലാവും. അവൻ്റെ ക്ലാരിനെറ്റ് മുഴുവൻ തുപ്പലായി ഒടുവിൽ തോറ്റേച്ചു പോയി.
എന്നാ രക്ഷിക്കപ്പെട്ട എന്ന് പറഞ്ഞാലും പുളി കാണുമ്പോൾ വാക്കിൽ കൂടെ വെള്ളം വരും. അതങ്ങനെ നമ്മുടെ എല്ലാം ജീവിതത്തിലെ ബലഹീനത അവിടെ ഉണ്ട്. തിസ്ബയിൽ നിന്നുള്ള ഏലിയാവിനെ ദൈവം അയച്ചിട്ടും തൻ്റെ ജീവിതത്തിലും ബലഹീനത ഉണ്ടായിരുന്നു. ആ ബലഹീന വശത്തൂടെ പിശാചകത്ത് കയറി. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ചിലരുടെ ബലഹീന വശങ്ങളിലൂടെ പിശാചകത്ത് കയറും. ആഹാബ് രാജാവിൻ്റെ മുമ്പിൽ നേരെ നിന്നവൻ ഇസബേലിൻ്റെ മുമ്പിൽ ഭയന്നുപോയി. ഏലിയാ പറഞ്ഞു, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, അവൾ എൻ്റെ തല വെട്ടിക്കളയുന്നതിന് മുന്നമേ ദൈവം എന്നെ അങ്ങ് എടുത്താൽ മതി. അദ്ദേഹം ഓടി ഒരു ചൂരച്ചെടിയുടെ കീഴെ പോയി കയറി. ഒറ്റ വാചകം ഇതിനിടയ്ക്ക്. ആ പോന്ന കൂട്ടത്തിൽ തൻ്റെ ഭൃത്യനെ കൊണ്ടങ്ങണ്ട് ചൊവ്വയെ വാർപ്പിച്ചു. നീ എൻ്റെ കൂടെ കൂടിയത് കൊണ്ട് നിന്റെ തല വെട്ടണ്ട, ഞാൻ നിന്നെ കൊണ്ട് സെറ്റിൽ ചെയ്യാം. തൻ്റെ ഭൃത്യനെ കൊണ്ട് സെറ്റിൽ ചെയ്തേച്ച്, തൻ്റെ കർത്തവ്യം മറക്കാതെ തൻ്റെ ഭൃത്യനെ കൊണ്ട് സെറ്റിൽ ചെയ്തേച്ച് ഏലിയാവ് ഒരു ചൂരച്ചെടിയുടെ കീഴെ കയറി കിടന്നുറങ്ങി. ഒറ്റ വാക്കേ ഉള്ളൂ, മതി യഹോവേ മതി, ഞാൻ എൻ്റെ പിതാക്കന്മാരേക്കാൾ നല്ലവനല്ല, എന്നെ അങ്ങ് എടുത്താൽ ഉപകാരം. ഏലിയ ഉറങ്ങിക്കിടക്കുമ്പോൾ ഏലിയാവിന് ആഹാരം കൊടുത്തേ പറ്റത്തുള്ളൂ. തമ്പുരാൻ ഓർത്തു കാണും, കാക്ക വിട്ടാൽ ശരിയാവുമോ? ഇല്ല. ഏലിയാവ് പിണങ്ങി കിടക്കുക, കാക്കയുടെ നിന്ന് വാങ്ങിക്കില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ പിണങ്ങി കിടന്ന കാലം എനിക്ക് ഓർമ്മയുണ്ട്. ചെറുപ്പത്തിൽ വളർന്നിട്ട് പിന്നെ എന്നെ പിണങ്ങാൻ. മോൻ ഇന്ന് പാല് കുടിക്കുകയല്ല, പറ. മോൻ ചോറുണ്ണുകയില്ല. ഈ അവനെ ചോറ് കൂട്ടാൻ പെടുന്ന പാട്. മോനെ ചോറുണ്ട് കഴിയുമ്പം പഞ്ചാര തരാം അല്ലേ, എന്തെല്ലാം പറഞ്ഞ. ഏലിയാവ് പിണങ്ങി കിടക്കുക, കാക്ക വിട്ടാൽ അപ്പം തിന്നുകയില്ലെന്ന് ദൈവത്തിനറിയാം. നമുക്കും പലപ്പോഴും പിണക്കം വരാം. അതുകൊണ്ടൊന്നും തമ്പുരാൻ തൊഴിച്ചേച്ച് പോകത്തൊന്നുമില്ല. ഏലിയാവിൻ്റെ ബലഹീനത അറിയാവുന്ന തമ്പുരാൻ, ഏലിയാവിൻ്റെ ബലഹീനവശം അറിയാവുന്ന ദൈവം. കാക്ക വിട്ടില്ല, കാര്യം കാക്കയെ കൊണ്ട് നടക്കത്തില്ല. വിധവയെ വിട്ടില്ല, വിധവയെ കൊണ്ട് നടക്കത്തില്ല. പകരം പറഞ്ഞു, ഈ സാഹചര്യത്തിൽ നിന്നെ ശുശ്രൂഷിക്കാൻ എൻ്റെ ദൂതന്മാരുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനെ പറഞ്ഞയച്ചു. ദൂതൻ വന്ന് പതുക്കെ തട്ടി വിലാപ്പുറത്ത് തട്ടി. എനിക്കൊന്നും നോവുന്ന പോലെ തട്ടിക്കാണും. ഇല്ല, ഏലിയാവ് എഴുന്നേക്കില്ല, അതുകൊണ്ടാണ് നോവുന്ന പോലെ തട്ടിക്കാണും. എഴുന്നേര ഏലിയാവ്, എഴുന്നേപ്പിച്ചു. സ്വർഗത്തിലെ കനലെ ചുട്ട ഒരാടേയും ഒരു തുരുത്തി വെള്ളവും കൂടെ അങ്ങോട്ട് വെച്ചു കൊടുത്ത് 20 ലിറ്റർ വെള്ളം കുടിച്ചോളാൻ പറഞ്ഞു. ആവശ്യത്തിന് വെള്ളം കുടിച്ചു. ഒരു തുരുത്തി എന്ന് പറഞ്ഞാൽ 20 ലിറ്ററാണ്. ഒരു തുരുത്തി വെള്ളവും സ്വർഗത്തിൽ ചുട്ട ഒരാടേയും കൂടെ അങ്ങോട്ട് കൊടുത്തു. തിന്ന് ഏലിയാവ് തിരിഞ്ഞു കിടന്നുറങ്ങി. ചോദിച്ചാൽ പറയും, മതി യഹോവേ മതി. 2ാം പ്രാവശ്യം ദൂതനെ വിട്ടു. 9ാമത്തെ വാക്യത്തിലുണ്ട്, ദൂതൻ വന്ന് 2ാം പ്രാവശ്യം തട്ടി ഉണർത്തി തീറ്റിയേച്ച് പറഞ്ഞു, ഏലിയാവേ തിന്ന്, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്. നീ മതിയെന്നും പറഞ്ഞ് കിടക്കുക അല്ലേ? തമ്പുരാൻ പറയുന്നു പോരാന്ന്. ഇന്ന് പകൽ മതിയെന്ന് തോന്നിയവരുണ്ടോ? ദൈവത്തിൻ്റെ കയ്യിൽ ഒരിക്കൽ പ്രയോജനപ്പെട്ടേച്ച് മതിയെന്ന് തോന്നിയവരുണ്ടോ? തമ്പുരാൻ പറഞ്ഞു പോരാ, മതിയാകുമ്പോൾ ഞാൻ പറയാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൂതന്മാർ ഈ സാഹചര്യത്തിൽ നിന്നെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി വന്നതാ. ഇന്ന് നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ വാക്കുകളിൽ ഒന്ന് ഉച്ചരിക്കുവാൻ അടിയന് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഉറങ്ങിക്കിടക്കുന്ന ചിലതിനെ ഉണർത്തുവാൻ. ഓ പ്രൈസ് ദി ലോർഡ്. മയങ്ങിക്കിടക്കുന്ന ചില ബാലസിംഹങ്ങളെ, മയങ്ങിക്കിടക്കുന്ന ചില സിംഹക്കുട്ടികളെ, മയങ്ങിക്കിടക്കുന്ന രാജസന്തതികളെ, തളർന്നുപോയ വീരന്മാരെ ഇന്ന് പകൽ ഉണർത്തിയടിക്കുവാൻ ദൈവത്തിന്റെ ദൂതന് സ്വർഗത്തിലേക്ക് അടയുമായി വന്നു പറഞ്ഞു, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്. ഇതിനു മുമ്പ് ഒരിക്കലും എൻ്റെ മനസ്സിൽ കൂടെ വന്നിട്ടില്ലാത്തൊരാശയം പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്. നിനക്ക് പകരം മറ്റൊരു പ്രവാചകനെ അഭിഷേകം ചെയ്യാനുണ്ട്. ഒത്തിരി ഇഞ്ഞ് ചാടിയാ വരുന്നേ. നിനക്ക് പകരം മറ്റൊരു പ്രവാചകനെ അഭിഷേകം ചെയ്യാനുണ്ട്. നീ തളർന്ന സമയം, നീ കൊണ്ട പാർപ്പിച്ചപ്പോൾ സുഖമായി നിന്നെ വിട്ടുപോയ പാർത്തെ അവനെ അവനെ ഇനി തിരിച്ചു വിളിക്കണ്ട. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ യോഗ്യനായി മറ്റൊരുത്തനെ വിളിച്ചു തരാം. എലിശ പോകുമ്പോൾ തൻ്റെ ഭൃത്യനെ കൊണ്ട് പാർപ്പിച്ചാ പോയത്. ഭൃത്യനിവന്റെ കൂടി ഇതുവരെ നടന്നതാ. മരണത്തിന്റെ ഭീഷണി ഉയർന്നപ്പോൾ ഇനിയും ഏലിയാവിന്റെ കൂടെ നടന്നാൽ എന്റെ തല കേടാകുമെന്ന് ഭയന്ന് ഏലിയാവ് കൊണ്ട് പാർപ്പിച്ചിടത്ത് പാർക്കുവാൻ തയ്യാറായ അവനെ വിട്. അവനെ ഇനി ആവശ്യമില്ല. അവനെ അഭിഷേകത്തിന് ഇനി കൊള്ളുകയില്ല. പകരം അഭിഷേകം പകരുവാൻ കൊള്ളാകുന്ന ശാഫാത്തിന്റെ മകനായ ഏലിശ എന്ന ഒരുവനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവനെ നിന്റെ മുമ്പിൽ തരും. നീ അവനെ അഭിഷേകം ചെയ്യാണ്. നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്. നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്.
അവിശ്വസ്തന്മാരെ വിട്ടേച്ച് വിശ്വസ്തന്മാരെ തപ്പുവാൻ ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ വിശ്വസ്തന്മാരുടെ മേൽ ഒരു അഭിഷേകത്തിന്റെ പകർച്ച, മന്ദിമനാസിയാര ഒരു അഭിഷേകത്തിന്റെ പകർച്ച, ഒരു ദൈവ ശക്തിയുടെ പകർച്ച. അവിശ്വസ്തന്മാരെ വിട്ടേച്ച് വിശ്വസ്തന്മാരുടെ മേൽ ഒരു അഭിഷേകത്തിന്റെ പകർച്ച സഭ മുഖേന എന്റെ ദൈവത്തിന് ചെയ്യാനുണ്ട്. അവനെ വിട്, അവനെ വിട്. ഞാൻ ഒരുവനെ കണ്ടിട്ടുണ്ട്, ഞാൻ ഒരുവനെ കണ്ടിട്ടുണ്ട്. ശാഫാത്തിന്റെ മകനായ എലീശയെ നിനക്ക് പകരം അഭിഷേകം ചെയ്യണം. സ്വർഗത്തിലെ ഒരു ദൂതനെ അയച്ച് അടകൊടുത്ത ദൈവം. ഞാൻ ഒത്തിരിയും കൂടെ വേഗത്തിൽ പൊക്കോട്ടെ. സങ്കീർത്തനങ്ങൾ 91:11 വേഗത്തിൽ വായിച്ചാട്ടെ. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഇന്ന് നിന്നെ കുറിച്ച് നമ്മുടെ പറയുന്ന പദം എന്നെ കുറിച്ചെന്ന് അവരോരങ്ങ് പറഞ്ഞോണം. എന്റെ എല്ലാ വഴികളിലും എന്നെ കാക്കേണ്ടതിന് ദൈവം എന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്റെ എല്ലാ വഴിയിലും. എത്ര പേര് സത്യമായി വിശ്വസിക്കുന്നു? ഇത് പ്രസംഗമല്ല, വചന ശുശ്രൂഷ. വചനം നമ്മെ ശുശ്രൂഷിക്കുക, വചനം കൊണ്ട് നാം അന്യോന്യം ശുശ്രൂഷിക്കുക. ഇന്ന് പകൽ സത്യമായി ഇത് വിശ്വസിക്കുന്നവർ ആത്മാർത്ഥത അടിത്തട്ടി എന്ന് പറഞ്ഞു. എന്റെ എല്ലാ വഴികളിലും, എന്റെ എല്ലാ വഴികളിലും എന്നെ കാക്കേണ്ടതിന്, എന്നെ കാക്കേണ്ടതിന് ദൈവം എന്നെ കുറിച്ച് ദൈവദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. സഭയുടെ നായകൻ എന്ന സ്ഥാനത്ത് എന്റെ ദൈവം നിന്നുകൊണ്ട് തന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതങ്ങളുടെ വഴി അറിയാവുന്നവൻ, എന്റെ ജനനത്തിന് മുന്നമേ എന്റെ വഴി കണ്ടവൻ, എന്റെ എല്ലാ വഴിയിലും എന്നെ കാക്കേണ്ടതിന് തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സഭയുടെ യജമാനനെ അങ്ങയുടെ ജനത്തിന്റെ എല്ലാ വഴിയിലും, എല്ലാ വഴിയിലും അങ്ങയുടെ ജനത്തെ അടിയങ്ങളെ കാക്കുവാൻ കൽപ്പിക്കപ്പെട്ട ദൂതന്മാർക്കായി നന്ദി. വാക്യങ്ങൾ ചിലത് ഞാൻ വായിക്കാതെ പറഞ്ഞു വിടട്ടെ. ദാനിയേൽ പ്രവചനം 6:22 വായിക്കുന്നില്ല. സിംഹങ്ങളുടെ ഗുഹയിലേക്ക് ദാനിയേലിനെ എടുത്തെറിഞ്ഞു. ദാനിയേൽ ഒരു സാക്ഷിയുണ്ട്. സിംഹങ്ങളിലേക്ക് കേടുവരാതിരിക്കേണ്ടതിന് ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് ഇവന്മാരുടെ വായടച്ചു. രണ്ട് പ്രസ്താവനകൾ. അടുത്തത് 3-ാമത്തെ അധ്യായത്തിൽ ദാനിയേൽ 3:25 28 ചേർത്ത് വായിച്ചാൽ, യഹോവയുടെ ദൂതൻ തീച്ചൂളയിലിറങ്ങി ശദ്രക് മേശക് അബേദ്നെഗോ എന്നിവരെ രക്ഷിച്ചു. അസാമാന്യമായ രണ്ട് സാഹചര്യങ്ങളാണ്. ദാനിയേലിന്റെ സിംഹക്കുഴിയെക്കുറിച്ച് പാസ്റ്റർ ജോസഫ് ദാനിയേൽ എന്ന കർത്താവിൻ്റെ ദാസൻ ചില വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞത് കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറയട്ടെ, കേട്ടവർ ഒന്നുകൂടെ ഓർത്തു. അദ്ദേഹം പറഞ്ഞു, ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിൽ കൊണ്ടിടുന്നതിന് മുന്നമേ ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ അടച്ചു. പാസ്റ്റർ ജോസഫ് ദാനിയേൽ ചോദിച്ചു, ദൈവത്തിന്റെ ദൂതന്മാർ സിംഹക്കുഴിക്കകത്ത് കുത്തിയിരിക്കുകയാണോ ഇതിന്റെ വായ്പോത്ത് പിടിച്ചുകൊണ്ട്? നോ 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 നോ, അവരവിടെ നിന്ന് ഇരിക്കത്തൊന്നുമില്ല. മോസ്റ്റ് പ്രോബബ്ലി അദ്ദേഹത്തിന്റെ ഭാഷയാ, ഒരു ദൂതനെ ദാനിയേൽ വരുന്നതിന് മുമ്പേ സിംഹത്തിന്റെ ഗുഹയിലോട്ട് ദൈവം അയച്ചു. ആ ദൂതൻ അവിടെ ചെന്ന് സിംഹങ്ങളെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടി. പാസ്റ്റർ ജോസഫ് ദാനിയേലിന്റെ ആശയമാണ്. സിംഹങ്ങളെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞ്, സിംഹങ്ങളെ ഒരു കാര്യം കേട്ടോണം, ചില മിനിറ്റുകൾ കഴിയുമ്പോൾ ഒരു ഉപദേശി ഇങ്ങോട്ട് വരും. ദാനിയേൽ എന്നാണ് പേര്. ഈ പുള്ളി ഉപവാസ വീരനാ. എല്ലും തോലുമേ കാണത്തുള്ളൂ, ശരീരത്തെ അധികം ഒന്നും കടിക്കാനും തിന്നാനും കാണുകയില്ല. കൊട്ടാരത്തിൽ കയറിയ കാലം മുതൽ രാജഭോജനം കഴിക്കാതെ തന്നെത്താൻ സൂക്ഷിച്ചവനാ. കൂടെ 21 ഇരിക്കുന്ന പാർട്ടിയാ. ഇവൻ അധികം മാംസം കാണത്തില്ല, നിന്റെ എല്ലാ അണ്ണാക്കിൽ എല്ലു കൊണ്ട് കയറും. ഇവനെ തൊടാതെ മിണ്ടാതെ മാറിയിരുന്നേക്കാമെങ്കിൽ നാളെ രാവിലെ രാജഭോജനം കഴിച്ച് തടിച്ചു കൊഴുത്ത ഒരു പറ്റത്തെ ഇങ്ങോട്ടിട്ട് തരാം. ഏതൊക്കെ സിംഹത്തിന് എല്ല് കടിക്കണം? സിംഹങ്ങളെല്ലാം പറഞ്ഞ് ആർക്കട എല്ല് വേണ്ടത്? മറ്റേത് ഉറപ്പാണോ? ദൈവദൂതൻ പറഞ്ഞാൽ പിന്നെ ഉറപ്പല്ലേ? രാവിലെ ഇട്ടേക്കാം. രാജഭോജനം കഴിച്ച്
പോഷിപ്പിക്കപ്പെട്ട നല്ല കൊഴുത്ത പുള്ളികളെ ഇങ്ങോട്ട് ഇട്ട് തരാം. എന്നാൽ അത് മതി. ഇന്ന് സിംഹങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചു. അവരിങ്ങനെ നോക്കി കിടക്കുമ്പോഴാണ് വേണ്ട വരുന്നു ഉണങ്ങിയ പുള്ളി ദാനിയേൽ. അവരത് തിരിഞ്ഞങ്ങ് കിടന്നത്, അനങ്ങാൻ പോലും പോയില്ല. കാര്യം ഇനി ഇവനോട് വല്ലതും ചോദിച്ച് വഴക്കുണ്ടായി എങ്കിലും കടിച്ചു പോയെങ്കിൽ അല്ലേ അത് ശരിയാകുകയില്ല. അതുകൊണ്ട് അവർ മാറിക്കിടന്നു. എന്നിട്ട് ജോസഫ് ദാനിയേൽ ഒരു കാര്യം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സിംഹത്തിൻ്റെ ഭാഷ അറിയാവുന്ന ദൂതന്മാർ ദൈവത്തിനുണ്ട് അല്ലേ? അതായിരുന്നു അന്നത്തെ ഇമ്പോർട്ടൻ്റ് ഭാരം. കന്നഡ അറിയാവുന്ന ദൂതന്മാർ ദൈവത്തിനുണ്ട്. നിങ്ങളുടെ ഓഫീസിലെ ബോസിന്റെ ഭാഷ അറിയാവുന്ന ദൂതന്മാരുണ്ട്. നിങ്ങളെ ഇട്ട് അലട്ടുന്ന അയലോക്കക്കാരൻ്റെ ഭാഷ അറിയാവുന്ന ദൂതന്മാരുണ്ട്. ഏത് ഭാഷയിൽ ഇടപെട്ടാൽ കൊക്കുവെന്ന് ദൈവത്തിന്റെ ദൂതൻ അറിയാം. ഇന്ന് പകൽ എന്നോട് കൽപ്പിക്കപ്പെട്ട ദൂതന് എന്നെ നേരിടുന്നവനെ അറിയാം, അവന്റെ വഴി അറിയാം, അവന്റെ പോക്കറിയാം, അവന്റെ വരവ് അറിയാം. എന്നെ എതിർക്കുന്നവന്റെ വഴി അറിയാവുന്ന ഒരു ദൂതനോടാണ് എന്നെ കുറിച്ച് കൽപ്പിച്ചിരിക്കുന്നത്. ഓ ഗോഡ്. നമ്മുടെ ചർച്ചിലെ ഒരാൾ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ദാനിയേലിന്റെയും ശദ്രക് മേശക് അബേദ്നെഗോവിന്റെയും കാര്യം തൊട്ടുണ്ട. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, വിശ്വാസത്താൽ അവർ തീയുടെ ബലം കെടുത്തി സിംഹങ്ങളുടെ വായടച്ചു. അദ്ദേഹം പറഞ്ഞ വാചകം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. എൻ്റെ ആശയമല്ലെങ്കിൽ നമ്മുടെ ചർച്ചയിലുള്ള വേറൊരാളുടെ ആശയമാണ്. ആ ആശയം ഞാൻ ഒരു പ്രാവശ്യം കൂടെ തൊടാം. സിംഹത്തെ കൊന്ന പുള്ളികൾ ഒരുപാടുണ്ട്. ദാവീദ് കൊന്നിട്ടുണ്ട്, ശിംശോൻ കൊന്നിട്ടുണ്ട്, പലരും സിംഹത്തെ കൊന്നിട്ടുണ്ട്. പക്ഷെ സിംഹത്തിന്റെ വായടച്ച് ഒരുത്തിനെ പോലും കാണാനില്ല. അത് ദാനിയേൽ മാത്രമേ ഉള്ളൂ. ദാനിയേൽ സിംഹങ്ങളുടെ ഗുഹയിലോട്ട് ഇറങ്ങി നിന്നുകൊണ്ട് സിംഹത്തെ വെല്ലുവിളിക്കുന്ന നാണം കെട്ട സിംഹമേ, കഴകമുണ്ട് പല്ലൊന്ന് കാണട്ടെ, വാ വാ വാടാ, കഴകമുണ്ടെങ്കിൽ നിന്റെ പല്ലൊന്ന് കാണട്ടെ. വാ തുറക്കത്തില്ല. വിശ്വാസത്താൽ സിംഹത്തിന്റെ വായടച്ചു. ശദ്രക് മേശക് അബേദ്നെഗോവ് ബാബേല്യമായ തീയുടെ നടുവിലോട്ട് ഇറങ്ങി നിന്നൊരു വെല്ലുവിളിയാണ്, എടാ നാണം കെട്ട തീയെ, കഴിയുമെങ്കിൽ എൻ്റെ മുടിയെ നൊന്ന് കരിക്കടാ, വാ വാ, നിന്റെ ബലം കെടുത്താൻ ഇതിന്റെ നടുക്കിറങ്ങി നിൽക്കുക. ഇന്ന് രാവിലെ ഒരു സഹോദരൻ എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, ഇന്ന മാസികയ്ക്കകത്ത് നമ്മളെക്കുറിച്ച് വളരെ മോശമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ആന്റി ക്രിസ്ത്യൻ മാസികകൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. ഹൂ കേഴ്സ്? ദൈവത്തിന് വേണ്ടി ആരൊക്കെ പ്രയോജനപ്പെടുന്നു അവർക്കെതിരെ എഴുതുന്ന ഒരുപാട് പേരെ ചെകുത്താൻ പടച്ചു വിട്ടിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ എല്ലാം ബലം കെട്ടതല്ലാതെ കൃപയാൽ ഇന്ന് വരെ ഒന്നും നമ്മളെ കത്തിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നിരൂപണങ്ങൾ തുടങ്ങിയിട്ട് കൊല്ലം 2000 അന്ന് മുതൽ നിരൂപണങ്ങൾ നടക്കുക. എടപ്പിശാതെ എന്തോ ചെയ്തടാ, നിന്റെ ബലം കെടുത്തുവാൻ. ഹല്ലേലൂയ. തീയുടെ ബലം കെടുത്തുവാൻ, തീയുടെ ബലം കെടുത്തുവാൻ, തീയുടെ ബലം കെടുത്തുവാൻ ദൈവത്തിന്റെ ദൂതനെ അയച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം. ചൂള കത്തത്തില്ലെന്നല്ല, അതിന്റെ ബലം കെടുത്തുവാൻ ദൈവത്തിന്റെ ദൂതനെ അയച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം. ഓരോ കിംവദന്തികൾ ഓരോരുത്തർ പറയുമ്പോൾ, ഓരോ മാസികകൾ, ഓരോ വലിയവർ എതിരെ എഴുന്നേൽക്കുമ്പോൾ കൃപയാൽ ഞങ്ങളുടെ മിനിസ്ട്രി വളരുക, സഭ വളരുക. എഴുതിയവനൊക്കെ കൊരഞ്ചിയപ്പോൾ കൃപയാൽ കർത്താവ് നമ്മെ കൊഴിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. എഴുതിയവനൊക്കെ ഇന്ന് വന്ന് കൈ നീട്ടുമ്പോൾ, ഞാൻ ആ പദത്തിലൂടെ പോകുന്നില്ല, എഴുതിയവനൊക്കെ ഇന്ന് വന്ന് കൈ നീട്ടുമ്പോൾ കർത്താവ് നമ്മെ മാനിച്ചു. തീയല്ല, തീയുടെ ബലം കെടുത്തുവാൻ, സിംഹത്തെ കൊല്ലാനല്ല, അതിന്റെ വായടയ്ക്കാൻ, ആ നാണക്കേട് അതിന് സ്ഥിരമുണ്ടാകുവാൻ ദൈവം നമ്മിൽ പ്രസാദിച്ചതിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാവശ്യം എഴുതിയെന്ന് ഞാൻ കേട്ട, ഞാൻ വായിച്ചില്ല, ഞാനിത് വായിക്കാറില്ല. ഈ ദൈവകൃപ പരത്താത്തതും ദൈവകൃപയ്ക്ക് വിരോധമായി നിൽക്കുന്നതുമായ ലേഖനങ്ങൾ അടങ്ങുന്ന മാസികകൾ കണ്ടാൽ റാപ്പർ പൊട്ടിക്കാതെ ചവറ്റുകൊട്ടയിലിടുക നല്ലതെന്നാണ് എൻ്റെ കണക്ക്. എന്തിനും ഇതും കൂടെ പൊട്ടിച്ച് വായിക്കുന്നു. പണ്ടൊരിക്കൽ പാസ്റ്റർ പി ഡി ജോൺസൺ പറഞ്ഞായിരുന്നു, ഒരു സ്ത്രീയെ ആത്മഹത്യ ചെയ്യാൻ പോയി എന്നങ്ങ് ഇരിക്കട്ടെ, അവരെ ആത്മഹത്യ ചെയ്യാനായിട്ട് വിഷമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുക. അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ഒരു പെന്തിക്കോസ് പള്ളിയുടെ മുന്നേ കൂടെ പോയി. അപ്പോൾ അവിടെ കൊട്ടുവൻ പാട്ടുമൊക്കെ കേട്ടപ്പോൾ ഒരു അരച്ച് വല്ല ആശ്വാസവും കിട്ടുമെങ്കിൽ ആത്മഹത്യ ചെയ്യണ്ടല്ലോ എന്നും കണ്ട് അവരെ പള്ളിക്കകത്ത് എന്ന് കയറി. അപ്പോൾ ഒരാൾ സാക്ഷി പറയാൻ എഴുന്നേറ്റ് പറഞ്ഞു, സ്നാനപ്പെട്ട കാലത്ത് തുടങ്ങിയ കഷ്ടവും പ്രയാസവുമായി ഇതുവരെ മാറിയില്ല. അപ്പം വേറൊരാൾ എഴുന്നേറ്റ് പറഞ്ഞു, അന്ന് മുതൽ ദുഃഖമാണ്, ഇതുവരെ മാറിയില്ല, നാട് മുഴുവൻ എതിരാ. അപ്പോൾ ഈ സ്ത്രീ എഴുന്നേറ്റ് പറഞ്ഞെന്നാ പറഞ്ഞു, ഗതികെട്ടതുകൂടെ കേൾക്കാതെ നേരത്തെ ചാത്തിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പം ഇതുകൂടെ കേട്ടേച്ച് ചാകേണ്ടതായിട്ടാണ് വരുന്നത് അല്ലേ? നമ്മളെ ജയത്തിൻ്റെ ഉത്സവത്തോടെ നടത്തുന്ന ദൈവം. ഒരിക്കലൊരു മാസികക്കാരൻ ഈ ടൈപ്പിൽ ഒരെണ്ണോ എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ ഒരു 45,000 രൂപ തരാമെങ്കിൽ 2 പേജ് ഞാൻ നിങ്ങളെക്കുറിച്ച് നന്മ എഴുതി വിടാം.
ഞാൻ പറഞ്ഞ 5 പൈസ തരികയില്ല. കാശ് കൊടുത്ത് എഴുതിക്കുന്ന സിസ്റ്റം നമുക്കില്ല. എന്നാൽ ഒരു ബോംബ് വരുന്നു പിടിച്ചോ. ഞാൻ പറഞ്ഞ 2 ബോംബ് ഇങ്ങോട്ട് അയച്ചേക്ക്. അതാണ് എഴുത്ത്. ഇത് മനസ്സിലാകുന്നുണ്ടോ? അനുഭവസ്ഥൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് വിളിച്ചു പറയുക, ഇതാണ് എഴുത്ത്. ഞാൻ ഒരാശയം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പറയാം. എന്നെ ശ്രദ്ധിക്കുന്നവരെല്ലാം ശ്രദ്ധിച്ചു. പിശാചിൻ്റെ പദ്ധതികളിൽ ഒന്ന് ക്രിസ്തീയ എഴുത്തുകാരെ കൊണ്ട്, ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ക്രിസ്തീയ എഴുത്തുകാരെ കൊണ്ട് ക്രിസ്ത്യാനിക്കെതിരെ എഴുതിക്കുക, മുസ്ലിം എഴുത്തുകാരെ കൊണ്ട് മുസ്ലിംസിനെതിരെ എഴുതിക്കുക, ഹരിജനങ്ങളുടെ എഴുത്തുകാരെ കൊണ്ട് ഹരിജനങ്ങൾക്കെതിരെ എഴുതിക്കുക. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് പേര് ഇതങ്ങ് വിശ്വസിക്കും. ഒരു ഹിഡൻ അജണ്ടയുണ്ട്. എൻ്റെ കയ്യിൽ പ്രിൻ്റഡ് കോപ്പി ഇരിപ്പുണ്ട്. അത് വെച്ചുകൊണ്ടാണ് ഞാനീ പറയുന്നത്. കംപ്ലീറ്റ് ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. 47 പോയിൻറ്റ്സ് ഉണ്ട്. ഇന്ത്യയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഹിഡൻ അജണ്ട 47 പോയിൻറ്റ്സ് ഉണ്ട്. എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് കോപ്പി. അത് വെച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ക്രിസ്തീയ എഴുത്തുകാരെ കൊണ്ട് ക്രിസ്ത്യാനിക്കെതിരെ എഴുതിക്കുക. അവർക്ക് കാശ് കൊടുത്തേ പറ്റുള്ളൂ, കൊടുക്കണം. മുസ്ലിം എഴുത്തുകാരെ കൊണ്ട് മുസ്ലിംസിനെതിരെ എഴുതിക്കുക. അവനവൻ്റെ ജാതിയിൽപ്പെട്ടവൻ എഴുതുമ്പോൾ വെളിയിൽ നിന്ന് കാണുന്നവരോർക്കും സത്യമാണെന്ന്. അതിനുവേണ്ടി ചെയ്യിക്കുക. അതിൻ്റെ ഒടുവിലത്തെ ഒറ്റ പോയിന്റ് പറഞ്ഞാൽ നിർത്താൻ പോവുക. ഇതിനൊക്കെ ആവശ്യമുള്ള പണം എവിടെ കിട്ടും? ഇത്തരം എഴുത്തിന് കാശ് വേണമല്ലോ. അത് എവിടെ കിട്ടും? ആ അജണ്ടയിൽ പറഞ്ഞിരിക്കുന്നതാ. ക്രിസ്ത്യാനിക്കെതിരെ പ്രവർത്തിക്കേണ്ടതിന് ക്രിസ്ത്യൻ പെൺകുട്ടികളെ പിടിച്ച് ബോംബെയുടെ ചുവന്ന തെരുവിൽ വിറ്റേച്ച് ആ കാശ് യുവമാർക്ക് കൊടു. മുസ്ലിമിനെതിരെ ചെയ്യേണ്ടതിന് മുസ്ലിം പെൺകുട്ടികളെ പിടിച്ച് ബോംബെയുടെ ചുവന്ന തെരുവിൽ വിറ്റേച്ച് ആ കാശ് കൊടു. ഹരിജനങ്ങൾക്കെതിരെ എഴുതേണ്ടതിന് ചെയ്യിക്കേണ്ടതിന് അവരുടെ പെൺകുട്ടികളെ പിടിച്ച് ബോംബെയുടെ ചുവന്ന തെരുവിൽ വിറ്റേച്ച കാശ് കൊടു. ഇതാ പിശാചിൻ്റെ തത്വം. നാണം കെട്ട മാസികകൾ ചൂടേണ്ട സമയം കഴിഞ്ഞു. ലെറ്റ് മീ ഗോ. തീയിൽ വെന്തുപോകാത്തവർക്കായി സ്തോത്രം. തീയിൽ ദഹിച്ചു പോകാത്തവർക്കായി സ്തോത്രം. ഞാനും നിങ്ങളും നിൽക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തിലാകയാൽ എൻ്റെ സകല വഴികളിലും എന്നെ കാക്കേണ്ടതിന്, എൻ്റെ സകല വഴികളിലും എന്നെ കാക്കേണ്ടതിന് അവൻ എന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. അവൻ എന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ എനിക്ക് വേണ്ടി ഒരു കൽപ്പന പുറപ്പെട്ടതിനായി സ്തോത്രം. ദാനിയേലിന് വേണ്ടി ദൈവം ഇറങ്ങി വന്നു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ എനിക്ക് തോന്നുന്നത് ചൂരച്ചരുടെ കീഴിൽ പോയ ദൂതനായിരിക്കണം പത്രോസിന്റെ അടുക്കൽ ഇറങ്ങി. ഒന്ന് വായിച്ചാട്ടെ. പെട്ടെന്ന് കർത്താവിന്റെ ദൂതനോട് പ്രത്യക്ഷനായി അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. പത്രോസ് പടയാളികളുടെ നടുവിൽ കാവൽ കാക്കപ്പെട്ടവനായി കിടക്കുക. നാളെ രാവിലെ വിസ്താരത്തിന് വേണ്ടി കോടതിയിൽ കൊണ്ടുപോകുവാൻ അതിസൂക്ഷ്മതയോടെ കാരാഗ്രഹത്തിന്റെ ഉള്ളറയിൽ പത്രോസിനെ പൂട്ടിയിട്ട് കാവൽ ചെയ്യുകയാ. ഈ കാവൽ എല്ലാ കാലത്തും നിൽക്കുമെന്ന് തെറ്റിദ്ധരിക്കരുത്. ദൈവത്തിന്റെ സമയത്ത് മാത്രമേ നിൽക്കത്തുള്ളൂ. പത്രോസിന്റെ മരണത്തെക്കുറിച്ച് എത്ര പേര് കേട്ടിട്ടുണ്ട്? കൈയൊന്ന് കണ്ടോട്ടെ. പത്രോസിന്റെ മരണത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളവരുടെ കൈയൊന്ന് കണ്ടോട്ടെ. 10% ആളുകളുടെ കയ്യെ കാണുന്നല്ലോ. കൈ തത്തിട്ടു. പത്രോസിനെ അവസാനം കുരിശിച്ചു കൊല്ലുകയായിരുന്നു. പത്രോസ് ഇന്ന് ജീവനോടില്ല. അദ്ദേഹത്തെ കുരിശിച്ചു കൊല്ലുകയായിരുന്നു. ഓൾ റൈറ്റ്. പക്ഷെ തൻ്റെ മരണസമയമാകുന്നത് വരെ താൻ മുന്നോട്ട് വന്ന് ദൈവം അനുവദിച്ചു. ഒരിക്കൽ തന്നെ പിടിച്ച് കാരാഗ്രഹത്തിലിട്ട് പൂട്ടി നാളെ രാവിലെ കോടതിയുടെ മുൻപാകെ നിർത്തുമെന്ന് പറഞ്ഞ് 2 പടയാളികളുടെ നടുവിൽ കെട്ടപ്പെട്ടവനായി പത്രോസ് കിടന്നുറങ്ങുമ്പോൾ തേണ്ടേ പഴയ ദൂതനായിരിക്കണം വന്നു. ഏലിയാവിനെ വിളിച്ച അങ്ങേരുടെ ശൈലിയാണ് ഈ വിലാപ്പുറത്ത് തട്ടുന്നത്. വന്ന് വിലാപ്പുറത്ത് തട്ടി പത്രോസിനോട് പറഞ്ഞ് എഴുന്നേക്കാൻ. തൻ്റെ കയ്യിൽ നിന്ന് തന്നെ ചങ്ങല താഴെ വീണു. താൻ അറിയാതെ തന്നെ തൻ്റെ കയ്യിൽ നിന്ന് ചങ്ങല താഴെ വീണു. കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നു. തന്നോട് പറഞ്ഞ് എഴുന്നേറ്റ് നടക്ക്, പുതപ്പ് പുതച്ചോണ്ട് വാ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട്, നീ അവിടെ പോയി നില്ല്. പിറ്റേ ദിവസം രാവിലെ പത്രോസിനെ തിരക്കി ആളുകൾ വന്നു. കാരാഗ്രഹം സൂക്ഷ്മതയോടെ അടച്ചു പൂട്ടിയിരിക്കുന്നതും തുറന്നു എന്നപ്പോൾ അകത്താരും ഇല്ലെന്നും കണ്ടു. ഇതെന്നാ കാര്യമൊന്നൊരു പിടിയുമില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, കാവൽക്കാരി വെളിയിൽ നിൽക്കും, കാരാഗ്രഹം പൂട്ടിയിരിക്കും. എന്നെ നടത്തേണ്ടതിനെ നടത്തുവാൻ എന്റെ ദൈവത്തിന് അറിയാവുന്ന എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു. എന്റെ എല്ലാ വഴികളിലും എന്നെ കാക്കേണ്ടതിന് അവൻ എന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു. സാധു സുന്ദർ സിംഗിന്റെ ചരിത്രത്തിൽ ഇപ്രകാരം സംഭവങ്ങളുണ്ട്. ഞാൻ പഴയ നിയമത്തിൽ തുടങ്ങി പുതിയ നിയമത്തിൽ കയറി ഇന്നിന്റെ ചരിത്രങ്ങളിലൂടെ ഇറങ്ങി വരികയാണ്. സാധു സുന്ദർ സിംഗിനെ ഒരു കിണറിനകത്താക്കി, ടിബറ്റിൽ ഒരു കിണറിനകത്താക്കി പൂട്ടി സീൽ ചെയ്ത ശേഷം നാളെ കൊല്ലുവാൻ തീരുമാനിച്ചു പോയി. പിറ്റേ ദിവസം വരുമ്പോൾ സീലിന് കേടില്ല, തുറന്നപ്പോൾ ആളില്ല. ഇന്നിതിനകത്തിരിക്കുന്ന ദൈവ പൈതലെ, ദൈവത്തിന് അറിയാം ആരെ എങ്ങനെ സൂക്ഷിക്കണമെന്ന്. എന്റെ എല്ലാ വഴിയിലും എന്നെ കാക്കുവാൻ എന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് എന്റെ ദൈവം കൽപ്പിച്ചു. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 28:15 വായിക്കണ്ട.
ദൈവം പറയുന്നൊരു വാചകമാണ് യാക്കോബിനോട്, നീ പോകുന്ന ഇടത്തെല്ലാം ഞാൻ നിന്നെ കാക്കും. നീ എവിടൊക്കെ പോയാലും ഞാൻ നിന്നെ കാക്കും. ബാംഗ്ലൂരിൽ കാവലുള്ളതിനായി സ്തോത്രം, ട്രെയിനിൽ കാവലുള്ളതിനായി സ്തോത്രം, ഫ്ലൈറ്റിൽ കാവലുള്ളതിനായി സ്തോത്രം, വാഹനത്തിൽ കാവലുള്ളതിനായി സ്തോത്രം, കേരളത്തിൽ കാവലുള്ളതിനായി സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ദൈവം സൃഷ്ടിച്ച ഏതിടത്തും ഏത് മാധ്യമത്തിലും എനിക്ക് കാവൽ തരുവാൻ യാക്കോബിനോട് പറഞ്ഞ വാചകം, നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നെ കാത്ത്. കാര്യം, എനിക്ക് നിന്നെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്, നിന്നെ തിരികെ കൊണ്ടുവരും. പൊക്കോട്ടെ. 121 സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യം വായിച്ചു. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. കർത്താവ് ഇത് പറഞ്ഞേച്ച് കിടന്ന് ഉറങ്ങത്തില്ല കേട്ടോ. തൻ മയങ്ങത്തില്ല, ഉറങ്ങത്തില്ല. ഞാൻ ക്ഷീണിച്ച് കിടന്നുറങ്ങുമ്പോൾ, തളർന്ന് കിടന്ന് മയങ്ങുമ്പോൾ ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങത്തില്ല, ഉറങ്ങത്തില്ല. ഉറങ്ങാത്ത ദൈവം, മയങ്ങാത്ത ദൈവം, ഇന്ന് പകൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി കാവലിരിക്കുന്ന ദൈവം. എന്റെ ദൈവത്തെ ഒന്ന് ആരാധിക്കുവാൻ ഒരു ഞായറാഴ്ച പകൽ മാറ്റിവെച്ചതുകൊണ്ട് കുഞ്ഞെ യാതൊരു തകരാറുമില്ല. എന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, എന്നെ കാക്കുന്നവൻ ഉറങ്ങുന്നില്ല. രാപകലില്ലാതെ എനിക്ക് വേണ്ടി കാവലിരിക്കുന്ന ദൈവത്തെ ഞാനും ആരാധിക്കട്ടെ. ഇന്ന് പകൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി കാവലിരിക്കുന്ന ദൈവം, എനിക്കും നിങ്ങൾക്കും വേണ്ടി കാവൽ കാക്കുന്ന ദൈവം, എല്ലാ വഴികളിലും എന്നെ കാക്കുവാൻ. ഞാൻ 2 വാക്യം വായിക്കാതെ നിർത്താൻ പറ്റത്തില്ല, ഇനി ചമ്പി ചെയ്യുക. കുറേ കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 46:4 സീനിയർ സിറ്റിസൺസ് കേൾക്കാൻ വേണ്ടിയാ, എന്നെ പോലുള്ളവർ. യെശയ്യാവ് 46:4. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ, നിങ്ങൾ നരയ്ക്കുമ്പോഴും ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. നരച്ചാലും വിടുവിക്കുന്ന ദൈവം. നമുക്കൊരുപാട്, പ്രത്യേകിച്ചും പ്രായമുള്ളവരും ക്ഷീണമുള്ളവരും എല്ലാവരെയും പോലെ നമുക്കൊക്കത്തില്ല. നമുക്കൊത്തിരി കെയർ വേണം. ചിലർക്ക് പ്രായം കുറഞ്ഞ് തന്നെ ക്ഷീണം വന്നെന്ന് വരാം. ഇന്ന് ക്ഷീണാവസ്ഥയിലിരിക്കുന്നവനെ നരയ്ക്കുവോളം ഞാൻ ചുമക്കാം. നരച്ചാലും കൈപിടിച്ച് നടത്താമെന്നല്ല, അതൊക്കെ നടക്കാവുന്ന പ്രായത്തിൽ കൈപിടിച്ച് നടത്തും. നടക്കാൻ വയ്യാതാകുമ്പോൾ ഞാൻ എടുത്തുകൊണ്ട് പോയിക്കോളാം, ഞാൻ ചുമന്ന് വിടുവിക്കാം. ഓ, അവർ വാർദ്ധക്യത്തിലും ഫലം കായ്ക്കും, മരണം വരെ ഫലം കായ്ക്കുവാൻ എൻ്റെ കർത്താവേ കൃപ തരണേ, എൻ്റെ ദൈവമേ കൃപ തരണേ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അപ്പച്ചൻ എന്നെ പറഞ്ഞു പഠിപ്പിച്ച ഒരു വാചകമുണ്ട്. എടാ മോനെ, ഞാൻ ഒത്തിരി പ്രാവശ്യം ഇവിടുത്തെ ലീഡർഷിപ്പിന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. ഒരു ഇരുമ്പായുധം ഉപയോഗിക്കാതെ ചുമ്മാതെ വെച്ചിരുന്നാൽ തുരുമ്പ് തിന്നങ്ങ് തീരും. അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ തേഞ്ഞ് തീരും. രണ്ടായാലും ഇതൊരു പരുവം വരെ ഉള്ളൂ. ഇരുമ്പായുധമാണോ, ഇതൊരു പരുവം വരെ ഉള്ളൂ. ഇത് ഉപയോഗിക്കാതെ വെച്ചിരുന്നാൽ തുരുമ്പ് തിന്നങ്ങ് തീരും. ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ തേഞ്ഞ് തീരും. ചുമ്മാതെ തുരുമ്പ് തിന്ന് തീരാതെ നമുക്ക് തേഞ്ഞ് തീരാം. അതാ നല്ലത്. നമുക്ക് തേഞ്ഞ് തീരാം. ചുമ്മാ കുത്തിയിരുന്ന് ചാകാതെ നമുക്ക് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാം. നമുക്ക് വെറുതെ കളയാൻ സമയമില്ലെന്നറിയാമോ? ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും എൻ്റെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. ഐ റൺ ഔട്ട് ഓഫ് ബർത്ത്, അല്ലേ? എൻ്റെ ശ്വാസം പൊയ്ക്കൊണ്ടിരിക്കുക. എനിക്ക് ക്യാൻസർ ഇല്ല, ട്യൂമർ ഇല്ല, പ്രധാനപ്പെട്ട രോഗങ്ങൾ ഒന്നുമില്ല. ഞാൻ ആരോഗ്യത്തോടെ നടക്കുമ്പോഴും ഇന്ന് പകൽ ഇവിടെ പ്രസംഗിക്കുമ്പോഴും എൻ്റെ ജീവൻ കുറഞ്ഞുകൊണ്ടിരിക്കുക, എൻ്റെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് വെറുതെ കളയാൻ സമയമില്ല. എൻ്റെ ദൈവത്തിന് വേണ്ടി അധ്വാനിക്കാനുണ്ട്. എന്നാൽ അധ്വാനം ഏറ്റുവാങ്ങുന്നവൻ പറയുന്നു, ഞാൻ നിന്നെ ചുമന്ന് വിടുവിക്കും. വാർദ്ധക്യത്തിലും ഫലം കായ്ക്കുവാൻ. ചെറുപ്പത്തിൽ ഒരു ഫലം കായ്ക്കാത്ത വാർദ്ധക്യത്തിൽ എന്നെ കായ്ക്കാനാ? പിള്ളേരെ കായ്ക്കണ, തമ്പുരാൻ നിങ്ങളെ മാനിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഫലം കായ്ക്കാം, ദൈവം നമ്മെ മാനിക്കട്ടെ. ഞാൻ വാർദ്ധക്യത്തിലും ഫലം കായ്ക്കും. വായിക്കുന്നില്ല? ആവർത്തനം 33:27. ആദ്യത്തെ ചർച്ചിന്റെ ബിൽഡിംഗ് പണിത കാലം മുതൽ ഞാൻ എഴുതി വെക്കുന്ന ഒന്നാണ്, പുരാതനായ ദൈവം എന്റെ സങ്കേതം. പുരാതനായ ദൈവം എന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയാൻ വയ്യാതെ വന്നാൽ പ്രായമുള്ളവരുടെ അടുക്ക പോയി ചോദിക്കുക, എങ്ങനെയാ കറി വെക്കാൻ അറിയാൻ വയ്യാത്ത പുത്തൻ പെമ്പിള്ളേരെ പണ്ടത്തെ അമ്മയോട് ചോദിക്കുക, എങ്ങനെയാ കറി വെക്കുന്നേ? ദുബായിൽ നിന്ന് ഇന്ത്യയിൽ വിളിച്ച് ചോദിച്ച് ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. സാമ്പാറിനകത്ത് എന്തെല്ലാം ഘടകം ചേർക്കണം അറിയാൻ വയ്യ. അതുകൊണ്ടാ
പ്രായമുള്ളവരുടെ അടുക്കൽ പിള്ളേർ വിളിച്ച് ചോദിക്കാറുണ്ട്, എനിക്കൊരു സങ്കേതമുണ്ട്. ആരാന്നറിയാമോ? യുഗങ്ങളുടെ പാറ, പുരാതനായ ദൈവം. എത്ര ലക്ഷം വർഷത്തെ പരിചയമുള്ള, കോടാനുകോടി യുഗങ്ങളുടെ പരിചയമുള്ള പുരാതനായ ദൈവം നിന്റെ സങ്കേതം. മോശമന ജനത്തെ അനുഗ്രഹിക്കുന്ന പദമാണത്. പുരാതനായ ദൈവം നിന്റെ സങ്കേതം. ഇസ്രായേലേ, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും, നിനക്ക് നന്മ വരും. പുരാതനായ ദൈവം നിന്റെ സങ്കേതം. കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. ഈ കൈ എത്ര കോടി ആളുകളെ താങ്ങിയതാണെന്നറിയാമോ? ഈ കൈ എത്ര ലക്ഷം ജനത്തെ നയിച്ചതാണെന്നറിയാമോ? കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. എന്റെ കീഴിൽ ശാശ്വത ഭുജങ്ങളുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളെ മേശയുടെ പുറത്തോട്ട് കയറ്റി നിർത്തിയേച്ച് ഇങ്ങോട്ട് ചാടിക്കുമെന്ന് പറഞ്ഞ് കൈ കാണിച്ചത് ഓർമ്മയുണ്ട്. അപ്പന്റെ അമ്മയുടെയും കൈയുടെ ബലത്തിൽ വിശ്വാസമുള്ള കുഞ്ഞ് എടുത്തിഞ്ഞ് ചാടും. ഇന്ന് പകൽ എന്റെ കർത്താവിന് പറവാനുണ്ട്, ശാശ്വത ഭുജങ്ങൾ, നിത്യഭുജങ്ങൾ, അനാദിയായ ഭുജങ്ങൾ, ശാശ്വത ഭുജങ്ങൾ എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് വാ ഞാൻ നിന്നെ നടത്താമെന്ന് തമ്പുരാൻ പറയുന്നത്. ഇസ്രായേലേ, നിനക്ക് നന്മ വരും. 1 കൊരിന്ത്യർ 3:14 കഴിഞ്ഞ ആഴ്ച വായിച്ചു നിർത്തിയ ഭാഗമാ. 1 കൊരിന്ത്യർ 3:14 ഈ ആഴ്ചയിലും വായിച്ചു നിർത്തട്ടെ. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. നമ്മളെല്ലാം തീയിൽ ശോധന ചെയ്യപ്പെടും. ഇന്ന് പകൽ നല്ലൊരു പണി ദൈവത്തിന്റെ മുമ്പിൽ പണിയുന്ന ദൈവവൈതലേ, കർത്താവ് നമ്മളെ ചുമന്ന് നടത്തും. നമുക്കൊരു പ്രതിഫലം ലഭിക്കുന്നത് നമ്മുടെ പണിയല്ല. ഇതുവരെ പറഞ്ഞതെല്ലാം സൗജന്യമാണ്. സൗജന്യമായ കാവൽ, സൗജന്യമായ പരിപാലനം. എന്നാൽ അവിടെ കൊണ്ട് നാം തീർന്നില്ല. നമുക്കൊരു പ്രതിഫലം വരും. ദൈവം തരുന്ന പ്രതിഫലം ചെറുതല്ല, ദൈവം തരുന്ന പ്രതിഫലം വലുതാ. യുഗങ്ങളുടെ പാറ, ശാശ്വതവാനായ ദൈവം തൻ്റെ മാന്യതയ്ക്കൊത്തവണ്ണം ചില പ്രതിഫലം തരുവാൻ, നമ്മുടെ പണി നിലനിൽക്കുന്നതാകുവാൻ നമുക്ക് ദൈവത്തിന് വേണ്ടി അധ്വാനിക്കാം. കണ്ണുകളടയ്ക്കാം. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, ഇന്ന് പകൽ ദൈവം ചിലതിനെ സഹായിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് പകൽ ചിലരെ കൂടെ ദൈവത്തിന് മാനിപ്പാനുള്ളതിനായി സ്തോത്രം. തൃക്കരങ്ങളിലേക്ക് അടിയൻ അവരെ ഏൽപ്പിച്ചങ്ങ് അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു. ഈ ജനത്തെ അങ്ങ് അനുഗ്രഹിക്കുവാൻ അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഞാൻ അവരെ ഏൽപ്പിക്കുകയാണ്. തമ്പുരാൻ, ഇന്ന് പകൽ ചില വലിയത് ചെയ്യണമേ. നിസ്യനായ ദൈവത്താൽ ബേഥേൽ അനുഗ്രഹിക്കപ്പെട്ടത്, ഇതിനകത്തിരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടത്, ഇന്ന് വന്നവർ അനുഗ്രഹിക്കപ്പെട്ടത്, വിവിധ രാജ്യങ്ങളിൽ, വിവിധ ഇടങ്ങളിൽ, വിവിധ മാധ്യമങ്ങളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ. അവിടുത്തെ ബലത്തിന്റെ കരം ഞങ്ങളുടെ കൂടി ഇരിക്കണേ. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. വീണ്ടും 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 പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ വരുന്നു. നരമ്പിന്റെ കേട് മുഖേന വിറയ്ക്കുന്ന ഒരു വ്യക്തി, ഒറ്റ വ്യക്തിയാ, ഇന്ന് സൗഖ്യമായിട്ടേ പോകത്തുള്ളൂ. ആ രോഗം നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ കാണത്തില്ല, അല്ല ഇതിന്റെ പുറത്തിറങ്ങുമ്പോഴത്തെ കാണത്തില്ല. ഇന്ന് പകൽക്കാലം ഒരു വിടുതലിനായി ദൈവം താല്പര്യപ്പെടുന്നുണ്ട്. വസ്ത്രത്തിന്റെ ക്ഷാമമുള്ള വ്യക്തി, ആവശ്യത്തിന് വസ്ത്രമില്ലാതെ ഉള്ളത് കഴുകിയും പിഴിഞ്ഞും. ഓ കുഞ്ഞെ, അടുത്ത 9 മാസത്തിനകം നിന്റെ സ്ഥിതി മാറി. നിന്റെ സ്ഥിതി മാറിക്കഴിഞ്ഞു. ഉള്ളത് കഴുകിയും പിഴിഞ്ഞും. നോ 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 ദൈവം നിന്നെ സമൃദ്ധിയിലേക്ക് വിളിക്കുക. ഒരു കാറ്റ് വരുന്നുണ്ട്. കാടപ്പക്ഷിയെ പൊക്കിക്കൊണ്ട് വന്നതുപോലെ അറിയാത്ത ഇടത്ത് നിന്ന്, പ്രതീക്ഷിക്കാത്ത മണ്ഡലത്തിൽ നിന്ന് ചിലത് കൊണ്ടുതരുന്ന ഒരു കാറ്റ് വരുന്നുണ്ട്. ഇന്ന് പകൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തയ്യാറാകെ, ഇന്ന് പകൽ ദൈവത്തെ സേവിക്കാൻ തയ്യാറാകെ. ഒരു കാറ്റ് വരുന്നുണ്ട്. കാടപ്പക്ഷിയെ പൊക്കിക്കൊണ്ട് വന്നതുപോലെ, പാളയത്തിനകത്ത് കൊണ്ട് നിർത്തിയതുപോലെ എത്തിപ്പിടിക്കാവുന്ന ദൂരത്തിൽ നന്മകൾ കൊണ്ട് നിർത്തുന്ന ഒരു ദൈവിക കാറ്റ് 9 മാസത്തിനുള്ളിൽ അടിച്ചിരിക്കും. അത് സമൃദ്ധിയോ. ദൈവത്തെ മറക്കരുത്. കർത്താവേ നന്ദി. നമുക്ക് പാട്ടുപാടി സ്തോത്രം അയച്ചെടുക്കാം. അതിനെ തുടർന്ന് വീണ്ടും മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് പാട്ടുപാടി കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. പാടി കർത്താവിനെ ആരാധിക്കാം.
ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ദൈവത്തിനാരാധന, ആരാധന, ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന, 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 ദൈവത്തിനാരാധന, ആരാധന, ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിനാരാധന, മലയിൽ നിറഞ്ഞുള്ള ഇസ്ഹാക്കിൻ ദൈവത്തിനാരാധന, തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിനാരാധന, മലയിൽ നിറഞ്ഞുള്ള ഇസ്ഹാക്കിൻ ദൈവത്തിനാരാധന, ആരാധന, ആരാധന, യാതൊന്ന ദൈവത്തിനാരാധന, ആരാധന, ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന, 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 യാതൊന്ന ദൈവത്തിനാരാധന, ആരാധന, ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. യാക്കോബെന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിനാരാധന, കർമ്മൂലെന്ന മലയിൽ അഗ്നി അയച്ച ഏലിയാവിൻ ദൈവത്തിനാരാധന, യാക്കോബെന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിനാരാധന, കർമ്മൂലെന്ന മലയിൽ ആരാധന, 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 ദൈവത്തിനാരാധന, ആരാധന, ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. പ്രവൃത്തി പ്രവൃത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിനാരാധന, ഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിനാരാധന, കാരാഗ്രഹത്തിൽ പ്രവൃത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിനാരാധന, ഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിനാരാധന, ആരാധന, ആരാധന, ദൈവത്തിന് സ്തുതികൾ ഉയരട്ടെ, ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന, 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 യാഹന്ന ദൈവത്തിനാരാധന, ആരാധന, ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. യുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിനാരാധന, മലയിൽ നിറഞ്ഞു നിന്ന ഇസ്ഹാക്കിൻ ദൈവത്തിനാരാധന, യുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിനാരാധന, മലയിൽ നിറഞ്ഞു നിന്ന ഇസ്ഹാക്കിൻ ദൈവത്തിനാരാധന, ആരാധന, ആരാധന, യാഹന്ന ദൈവത്തിനാരാധന, ആരാധന, ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന, 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 യാഹന്ന ദൈവത്തിനാരാധന, ആരാധന, ആരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. ഗ്രഹത്തിൽ വീര്യപ്രവൃത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിനാരാധന, മരുഭൂമിയിൽ മന്നദാനം നൽകിയ ഇസ്രായേലിൻ ദൈവത്തിനാരാധന,
വീരപ്രവൃത്തിയുടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മരുഭൂമിയിൽ മന്ന നൽകുന്ന കർത്താവ്, കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആരാധന ആരാധന ആരാധിച്ചാട്ടെ. കരങ്ങളടിച്ച് ആരാധന ആരാധന യാഹെന്ന ദൈവത്തിനാരാധന. ആരാധന ആരാധന യാഹെന്ന ദൈവത്തിനാരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. യാക്കോബെന്ന കടവിൽ ഇറങ്ങി വന്ന് യാക്കോബിന്റെ ദൈവത്തിനാരാധന. കർമ്മേലെന്ന മലയിൽ അഗ്നി അയച്ച ഏലിയാവിന്റെ ദൈവത്തിനാരാധന. യാക്കോബെന്ന കടവിൽ ഇറങ്ങി വന്ന് യാക്കോബിന്റെ ദൈവത്തിനാരാധന. കർമ്മേലെന്ന മലയിൽ അഗ്നി അയച്ച ഏലിയാവിന്റെ ദൈവത്തിനാരാധന. ആരാധന ആരാധന യാഹെന്ന ദൈവത്തിനാരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. ആരാധന ആരാധന യാഹെന്ന ദൈവത്തിനാരാധന. ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന. കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ക്ഷമ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. കൃപ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ആരാധന ആരാധിച്ചാട്ടെ കർത്താവേ. ആരാധന സത്യത്തിലും ആരാധന. ആരാധന ജനരേ ജനഗര വൈഡരേ രാജാവിനെ ആരാധിച്ചാട്ടെ. കർത്താവേ, ഞങ്ങളുടെ മുമ്പിൽ നൽകപ്പെട്ട സ്തോത്ര വഴിപാടിനായി നന്ദി. അർപ്പിച്ച കരങ്ങൾക്കായി നന്ദി. അത്യുന്നതന്റെ കരം ഇതിന്റെ മേൽ നീട്ടി